ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഉച്ചത്തിൽ ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഹല്ലേലൂയ. ശക്തനായവൻ ആയുധധാരിയായി കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അവനെ ബന്ധിക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങേ എന്റെ ജീവിതത്തിന്റെ ഏകരക്ഷകനും നാഥനുമായി ദൈവവും കർത്താവുമായി ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുന്നു. മാമോദീസായിലെ നിന്റെ വാഗ്ദാനങ്ങളെ ഞാൻ നവീകരിക്കുന്നു. പിശാചിനെയും അവന്റെ സ്വാധീനങ്ങളെയും സാത്താനെ കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ശരീരത്തെയും എന്റെ മനസ്സിനെയും ആത്മാവിനെയും സമ്പൂർണമായി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. പിശാചിനോ അവന്റെ സേവകർക്കോ പൈശാചിക രൂപികൾക്കോ എന്റെ മേലോ ശരീരത്തിന്റെ മേലോ മനസ്സിന്റെ മേലോ ഒരു അവകാശവുമില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. സാത്താനെയും അവന്റെ അരൂപികളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ. ആത്മാവേ നിറയണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ. ശ്രീകന്മാര് നിറഞ്ഞതുപോലെ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ
ആരാധന 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 ആരാധന. അതിനെ തുറന്ന് ഉച്ചത്തിൽ സ്തുതിച്ചേ ഹല്ലേലൂയ. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിൽ ഇന്നത്തെ രാത്രിയും ശുശ്രൂഷകളെയും കാലാവസ്ഥയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുത്തേ. നന്നായിട്ട് കരങ്ങൾ, ശക്തമായിട്ട് കരങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. കൺവെൻഷൻ്റെ മൂന്നാമത്തെ രാത്രിയെ കർത്താവിന് സമർപ്പിക്കാം. നമ്മൾ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. യേശു വന്നത് പാപികളെ രക്ഷിക്കാനാണ്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ യേശുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം വർഷിക്കപ്പെടും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. കൊരിന്തിൽ ചെന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതായത് നമ്മെ വിടുവിക്കുന്ന ക്രൂശിൻ്റെ വചനമാണ് നമ്മെ വിടുവിക്കുന്നത്. യേശുവിൻ്റെ കുരിശിലെ രക്ഷയെക്കുറിച്ചുള്ള വചനമാണ് നമ്മെ വിടുവിക്കുന്നതും പാതാളത്തിൻ്റെ കോട്ടകളെ തകർക്കുന്നതും. അന്ധകാര ശക്തികൾക്ക് ഭയമുള്ളത് യേശുവിൻ്റെ കുരിശിനെയും യേശുവിൻ്റെ കുരിശിൻ്റെ വചനത്തെയും മാത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നിങ്ങൾ ഇങ്ങനെ 7 തവണ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭൗതിക കാര്യം നടക്കുമെന്ന പ്രാർത്ഥനയെ പിശാചിന് ഭയമില്ല. അതുകൊണ്ട് പിശാച് ഇതിനെ മുടക്കാൻ നോക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതിനെ മുടക്കാൻ നോക്കത്തില്ല. പോരാട്ടവും പൈശാചിക ശക്തികൾ അങ്ങ് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത് യേശുവിൻ്റെ കുരിശിനെ കുറിച്ച് പറയുമ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അത് മനസ്സിലാക്കിയിരിക്കണം. നിലനിൽക്കുന്ന വിമോചനം തലമുറകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുരിശിൻ്റെ വചനം സ്വീകരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായ? താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള വചനങ്ങൾ നമ്മളെ ഒരിക്കലും തലമുറകൾക്കുള്ള വിമോചനം കൊണ്ടുവന്ന് തരില്ല. അത് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമേ തരൂ. നമുക്ക് വേണ്ടത് വിടുതലാണെങ്കിൽ നമ്മൾ കുരിശിൻ്റെ വചനം സ്വീകരിക്കണം. യേശുവിനെക്കുറിച്ചുള്ള വചനം സ്വീകരിക്കണം. യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് അറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വർഷം ഒന്ന് സൂചിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ 2 കാര്യങ്ങളാണ് സാത്താൻ്റെ മേൽ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഓരോ വിശ്വാസിയുടെ നേരെയും പിശാച് ഒരു പോരാട്ടം അഴിച്ചു വിട്ടിട്ടുണ്ട്. ഉണ്ടോ? അതിനൊരു സംശയമില്ല. പക്ഷെ പിശാചിനെ നമ്മൾ പേടിക്കേണ്ടതില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഗബ്രിയേൽ അമോർത്തിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ദ ഡെവിൾ ഈസ് അഫ്രെയ്ഡ് ഓഫ് മീ എന്നാണ്. പിശാചിന് എന്നെ പേടിയാണെന്നുള്ള, അതാണ് സത്യം. ഓരോ വിശ്വാസിയെയും സാത്താന് പേടിയാണ്. അതിനൊരു സംശയമില്ല. മനസ്സിലാക്കേണ്ടത്, സാത്താനിൻ്റെ ഒരു ഫോഴ്സ് നമുക്കെതിരെ നിൽപ്പുണ്ട്. എപ്പോഴും നമുക്കെതിരെ അതിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവരാജ്യത്തിനെതിരെ സാത്താൻ്റെ ഒരു രാജ്യം നിലനിൽക്കുന്നുണ്ട്. അതാരാ പറഞ്ഞത്? അങ്ങനെ നമുക്ക് പറഞ്ഞു തന്നത് യേശു തന്നെയാണ്. ഒന്ന് വായിക്കാതെ, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ഈശോ മിശിഹ തന്നെയാണത് പറഞ്ഞത്. മത്തായി 12 പറയുന്നുണ്ട്. മത്തായി 12 22 മുതലുള്ള തിരുവചനങ്ങളിൽ എന്നെ ഒന്ന് കേട്ടാൽ മതി. എന്ന് കേട്ടിട്ട് ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് സന്തോഷമാണോ? ഞങ്ങൾക്ക് സന്തോഷമാണ്. അതാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് സന്തോഷമാണോ? ഹല്ലേലൂയ. അപ്പോൾ ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അതായത് യേശുവിൻ്റെ അടുത്തേക്ക് അന്ധനും ഊമനുമായ ഒരു പിശാച് ബാധിതനെ അവർ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അതായത് ഒരു പിശാച് ബാധയുള്ള മനുഷ്യനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ മനുഷ്യൻ അന്ധനുമായിരുന്നു, ഊമനുമായിരുന്നു. അപ്പോൾ ഈ പൈശാചിക ബാധ മൂലമാണ് ഇവൻ അന്ധനും ഊമനുമായിരുന്നത്. അപ്പോൾ യേശു അവനിലെ പിശാചിനെ ശാസിച്ചു. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതം നടന്നിരിക്കുകയാണ്. അതായത് സാത്താനെ പുറത്താക്കിയപ്പോൾ ഇവൻ സംസാരിക്കുകയും ചെയ്തു, കാണുകയും ചെയ്തു. ജനത്തിന് സന്തോഷമായെങ്കിലും
ഫരിസേയർക്കും നിയമജ്ഞർക്കും സന്തോഷമായില്ല. അവർ അപ്പോൾ പറഞ്ഞു, ഇവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ്. ഇങ്ങനെ ഒരു ആരോപണം യേശുവിന് നേരെ അവർ ഉന്നയിച്ചു. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ യേശു ഇതിന് മറുപടിയായി പറയുന്ന ചില വാചകങ്ങളാണ് നാം ശ്രദ്ധയോടെ വായിക്കേണ്ടത്. 25-ാമത്തെ വാക്യം, മത്തായി 12:25 വായിക്കാം. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, അന്തഃഛിദ്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും. വായിക്കാം. അന്തഃഛിദ്രമുള്ള നഗരമോ ഭവനമോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അതായത് ഒരു നഗരത്തെയോ ഒരു ഭവനത്തെയോ ഒരു ഇടവകയെയോ ഒരു കൂട്ടായ്മയെയോ സഭയെയോ ഒക്കെ നശിപ്പിക്കാൻ സാത്താൻ അകത്തുനിന്ന് ഉപയോഗിക്കുന്ന കെണിയാണ് അന്തഃഛിദ്രം. വെളിയിൽ നിന്ന് തീവ്രവാദികൾ നമ്മളെ ആക്രമിക്കേണ്ട കാര്യമില്ല. തീവ്രവാദികൾ വെളിയിൽ നിന്ന് വന്ന് ആക്രമിക്കേണ്ട കാര്യമില്ല. വെളിയിൽ നിന്ന് വന്ന് ആരും കല്ലെറിയേണ്ട കാര്യമില്ല. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്ന ഒരായുധമാണ് ഭിന്നത. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അന്തഃഛിദ്രം, ഭിന്നത, വിഭാഗീയത എവിടെ കടന്നു വരുന്നോ അവിടെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതാ സമൂഹത്തിൻ്റെ നാശത്തിൻ്റെ ആരംഭമാണ്. നശിപ്പിക്കാൻ സാത്താൻ വിടുന്ന ഒരു അമ്പാണ് ഈ ഭിന്നത. അപ്പോൾ യേശു പറയുകയാണ്, എവിടെങ്കിലും അന്തഃഛിദ്രം ഉണ്ടായാൽ ആ നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല. അടുത്ത വാക്യം 26, സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ, അതായത് നിങ്ങൾ പറയുകയാണ് ഞാൻ പിശാചിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കിയത്. പിശാചിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ സാത്താനെതിരെ ഭിന്നിക്കുകയാണ്. അതല്ലേ എൻ്റെ അർത്ഥം? ഒരു സാത്താൻ വേറൊരു സാത്താനെതിരെ വഴക്കിടുന്നതാണ്. സാത്താനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ അവിടെ സംഭവിക്കുന്നത്. അടുത്ത വാക്യം, എന്നിട്ട് യേശു പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അവൻ്റെ എന്താണ്? എനിക്കതാ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ എന്തോന്ന്? രാജ്യം. അവൻ്റെ, അപ്പോൾ പറയണം സൈറ്റനിക് കിങ്ഡം, ദ കിങ്ഡം ഓഫ് സൈറ്റൻ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ആരാ പറഞ്ഞത്? യേശു പറയുകയാണ്, സാത്താന് ഒരു രാജ്യമുണ്ട്. അപ്പം ഈ രാജ്യം ദൈവരാജ്യത്തിനെതിരെ ഭിന്നിച്ച് നിൽക്കുന്ന, ദൈവരാജ്യത്തോട് മറുതലിക്കുന്ന, മല്ലടിക്കുന്ന, ദൈവരാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇത്ര മനസ്സിലായോ? പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ദൈവരാജ്യത്തിലാണോ സാത്താൻ്റെ രാജ്യത്തിലാണോ? എന്തോ? നമ്മളെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആനയിച്ചു എന്നാണ് നമ്മൾ ഇന്നലെ ഒരു വചനം വായിച്ചിരുന്നു. വായിക്കണ്ട, ഇന്ന് നിങ്ങൾ വായിക്കണ്ട. കൊളോസോസ് ലേഖനത്തിൽ നമ്മളങ്ങനെ ഒരു വചനം വായിച്ചിരുന്നു. നമ്മളെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ വായിക്കാം. കൊളോസോസ് 1:13. നിങ്ങൾ വായിക്കണ്ട, ഞാൻ വായിക്കാം. കൊളോസോസ് 1:13, അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ നാം ഉൾപ്പെട്ട് നിൽക്കുന്നത് ആരുടെ രാജ്യത്തിലാണ്? ഈ രാജ്യത്തിലേക്ക് നാം പ്രവേശിച്ചത് എങ്ങനെയാണ് ഈ രാജ്യത്തിലെ മെമ്പർഷിപ്പ് കിട്ടിയത്? നിങ്ങൾ എങ്ങനെയാണ് ദൈവരാജ്യത്തിലെ മെമ്പറായി മാറിയത്? മാമോദീസ എന്ന കൂദാശ വഴിയായിട്ടാണ്. മാമോദീസയിലൂടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് ചൂടെടുക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? ഞാൻ ഒരു വചനം പറഞ്ഞുതരാം. AC ആവും. എനിക്ക് എന്നാ ചൂടാന്നറിയാനത്. പക്ഷെ നമ്മൾ അറിയത്തില്ല, നമ്മളറിയില്ല. AC ആവും. ഒരു വചനം വായിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ശരിക്കും പറയണം, നിങ്ങളിതൊന്നും വിശ്വസിക്കത്തില്ല. വചനം പറഞ്ഞാൽ അതെല്ലാം സംഭവം നടക്കും. ഞാൻ പാലാ കൺവെൻഷൻ ഒരിക്കലും ഇത് പറഞ്ഞു. അതായത് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇരുന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ വീശലോടെ എല്ലാം വീശിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവർ ശ്രദ്ധിക്കാൻ പറ്റില്ല. വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബൈബിൾ തുറക്കാനും വായിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച, ദൈവമേ മൊത്തം വീശലാണല്ലോ, എന്നാ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ ഈ വചനം പണ്ട് ബാംഗ്ലൂരിനടുത്ത് ഹൊസൂർ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ പകലായിരുന്നു, ഭയങ്കര ചൂട് സമയമായിരുന്നു, വെയിലടിച്ച് പന്തലിനകത്തോട്ട് കയറി ആളുകളെല്ലാം ചൂടത്തിരിക്കുന്ന കണ്ടപ്പോൾ അന്ന് പറഞ്ഞു കൊടുത്തൊരു വചനമാണ്. അപ്പോൾ അത് ഹൊസൂറിൽ അന്ന് വർക്ക് ചെയ്തു. വൈകുന്നേരം വരെ ആളുകൾ AC ക്ലൈമറ്റിലിരുന്ന് വെയിലടിക്കുകയാണ്, പക്ഷേ വെയിലടിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലാ കൺവെൻഷന് പറഞ്ഞു, ഹൊസൂർ ഇങ്ങനൊരു സംഭവം നടന്നായിരുന്നു, പാലക്കാർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വചനം ഇവിടെ നിവൃത്തിയാവും. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഈ വചനം പറഞ്ഞു കൊടുത്തു. ഈ വചനം പറഞ്ഞ് കുറേ തവണ ആവർത്തിച്ച് കഴിഞ്ഞു. പിറ്റേ ദിവസം എന്നോട് പാലാ പിതാവ്, കല്ലറങ്ങാട്ട് പിതാവ് എന്നോട് പറഞ്ഞു, എൻ്റെ ഡാനിയലച്ച, ഈ വചനം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു തണുത്ത കാറ്റ്, പാലാ പിതാവുണ്ട്, കല്ലറങ്ങാട്ട് പിതാവ്, ഒരു തണുത്ത കാറ്റ് എൻ്റെ നേരെ അടിക്കുകയാണച്ച. അപ്പം ഞാൻ നോക്കി, വല്ല ഫാനും ആരെങ്കിലും കൊണ്ടുവച്ചോ, എനിക്ക് ഫാനൊന്നും കാണാനില്ല. ഈ വചനം പറഞ്ഞപ്പോൾ ഈ കാറ്റ്, തണുത്ത കാറ്റ് വരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇതെല്ലാം വാഗ്ദാനം കിടപ്പുണ്ട് ബൈബിളിൽ. അപ്പം അതുകൊണ്ട് ആ വചനം വായിക്കാം. യെശയ്യാ പ്രവചനം 49 അധ്യായം 49:9-10 അന്ന് വായിച്ചോ, ചൂടൊക്കെ പൊട്ട്. യെശയ്യാ 40. ദൈവം വിചാരിക്കുക നിങ്ങളെ കൊണ്ടൊരു സമാധാനമില്ല. മഴ വന്നപ്പം മഴ വേണ്ട, ചൂട് വന്നപ്പം ചൂട്, നിങ്ങൾക്കിനി എന്നാ വേണ്ടെന്ന് വിചാരിക്കും. എന്നാലും നമുക്ക് ചൂടൊന്നും വേണ്ട, വീശുന്നത് കാണുമ്പോൾ ഒരു പ്രയാസം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വായിച്ചോ. അവർക്ക് അല്ല 9 വായിക്കാം. ബന്ധിതരോട് പുറത്തു വരാനും ഉറക്കെ വായിക്കണം, ഉറക്കെ. ഇത്തരം വചനങ്ങൾ വായിക്കുമ്പോൾ ഉച്ചത്തിൽ വായിക്കണം. വായിച്ചോ. അങ്ങനെയല്ല വായിക്കേണ്ടത്. കഴിഞ്ഞ ഏതോ ഒരു കൺവെൻഷൻ ഇവിടെ ഒരു ചേച്ചി നന്നായിട്ട് വായിക്കുമായിരുന്നു. ആ ചേച്ചി കെട്ടിച്ചു വിട്ടെന്ന് തോന്നുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ആ ചേച്ചി വന്നിട്ടുണ്ടോ? പക്ഷെ സൗണ്ട് അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഞാൻ മർത്തോമക്കാരിയാണോന്നൊക്കെ ചോദിച്ചില്ലായിരുന്നോ? ഉറക്കെ വായിക്കണം. വായിച്ചോ. ഇത് വായിക്കേണ്ടത് അറിയാം. വായിക്കേണ്ടത് ഇങ്ങനെയാണ്, എന്നെ ഒന്ന് കേട്ടെ. ബന്ധിതരോട് പുറത്തു വരാനും, അങ്ങനെ വായിക്കേണ്ടത്. വായിക്കുമ്പോൾ ഈ ബൈബിള് വായിക്കുമ്പോൾ അങ്ങനെ വായിക്കേണ്ടത്. ബന്ധിതരോട് പുറത്തു വരാനും, അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരാനും ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ബൈബിൾ വായിക്കേണ്ടത്. മനസ്സിലായല്ലോ? അങ്ങനെയാണ് വായിക്കേണ്ടത്. അങ്ങനെ ഒരാൾ വായിച്ചായിരുന്നു ഈ കഴിഞ്ഞ ഏതോ ഒരു കൺവെൻഷൻ. കഴിഞ്ഞ വർഷമാണ്, അതിന് മുമ്പല്ല പറയാം. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, അത് ഞാൻ മർത്തോമക്കാരിയാണോ എന്ന് ചോദിച്ചായിരുന്നു. ആ ചേച്ചി മലങ്കരയല്ലെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഉറക്കെ വായിച്ചേ. ബന്ധിതരോട് പുറത്തു വരാനും, അന്ധകാരത്തിലുള്ളവരോട് ബന്ധിതരോട് പുറത്തു വരാനും, അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരാനും ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചൽ സ്ഥലങ്ങളായിരിക്കും. 10 വായിക്കാം. 10. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും. അതായത് ഒരു നദിയുടെ തീരത്തിരിക്കുന്ന പോലെ ഇങ്ങനെ തണുത്ത കാറ്റടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നോ? എന്നാ അങ്ങോട്ട് വായിച്ചോ. 10 ഉറക്കെ അങ്ങോട്ട് വായിച്ചോ. ഉറക്കെ വായിച്ച്. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും. ഒന്നുകൂടെ വായിക്കാം. ഒന്നുകൂടെ വായിക്കാം. വായിച്ചേ. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വായിക്കണം, ചിരിച്ചോണ്ടിരിക്കാതെ വായിക്കണം മോളെ, ചിരിച്ചോണ്ടിരിക്കാതെ വായിക്കേ. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വായിച്ചോ. ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും. എന്ന് വലതുകരം വരുത്തി പറഞ്ഞ് ഹല്ലേലൂയ. ക്ലൈമറ്റ് ഏസി ആയിട്ട് മാറും. ഓക്കെ, ഹല്ലേലൂയ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങോട്ട് നോക്ക്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യം പറയുകയാണ്. ദൈവരാജ്യത്തിൻ്റെ മെമ്പേഴ്സായിട്ട് നാം മാറിയത് മാമോദീസ എന്ന കൂദാശ വഴിയാണ്. മനസ്സിലായോ? അപ്പോൾ മാമോദീസ എന്ന കൂദാശ വഴി ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി മാറിയവരോട് പൈശാചിക ലോകത്തിന് ഒരു യുദ്ധമുണ്ട്. എപ്പോഴും ഒരു യുദ്ധമുണ്ട്. നമ്മളെ തളർത്താനും ക്ഷീണിപ്പിക്കാനും മടുപ്പിക്കാനും വിഷമിപ്പിക്കാനും അവനിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനി മത്തായി നമ്മൾ വായിച്ചത് 12. മത്തായി 12:26 വായിച്ചത്. സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ അവൻ തനിക്കെതിരായി തന്നെ ഭിന്നിക്കുകയാണ്. ആ സ്ഥിതിയിൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പോൾ മത്തായി 12:26 യേശു പറയുകയാണ്, സാത്താന് നിലനിൽക്കുന്ന ഒരു രാജ്യമുണ്ട്. അത് അന്ത്യവിധിയിൽ അവനെയും കൂട്ടരെയും പാതാളത്തിലേക്ക് നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നത് വരെ ഈ രാജ്യമില്ലാതായിട്ടില്ല. ഈ രാജ്യമുണ്ട്.
അവൻ തോറ്റ കക്ഷിയാണ്. കുരിശിൽ അവനെ യേശു പരാജയപ്പെടുത്തി. പക്ഷേ ഈ രാജ്യം നാമാവശേഷമായിട്ടില്ല. അവിടെ ഇവിടേക്ക് അവനിരുന്ന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ദൈവമക്കൾക്കെതിരെ. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് യേശു പറയുകയാണ് 12:28 ഉറക്കെ വായിക്കാം. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞ രാജ്യം ഏതാണ്? ഇപ്പോൾ മത്തായി 12 യേശു വ്യക്തമായി പഠിപ്പിക്കുന്നു, സാത്താനൊരു രാജ്യമുണ്ട്. ആ രാജ്യം ദൈവരാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. ആ രാജ്യത്തെ നാം ബഹിഷ്കരിക്കേണ്ടത്, ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ടത് ദൈവാത്മാവിനാലാണ്, പരിശുദ്ധാത്മാവിനാലാണ്. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. സാത്താൻ ഏറ്റവും കൂടുതൽ ഭയം, ശ്രദ്ധിക്കുക, സാത്താൻ ഏറ്റവും കൂടുതൽ ഭയം പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യരെയാണ്. സാത്താൻ ഏറ്റവും വലിയ ഭയം പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യരെയാണ്. സാത്താന് ഭയം പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യരെയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാലാണ് സാത്താൻ്റെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ടത്. ഇത്ര മനസ്സിലായോ? ഇനി ഈ സാത്താൻ വിളറി പിടിക്കുന്ന ഒരു സംഗതിയാണ് യേശുവിൻ്റെ കുരിശ്. കാരണം കുരിശിലാണ് അവൻ സാത്താനെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് സാത്താന് യേശുവിൻ്റെ കുരിശിനെ കുറിച്ചുള്ള വചനം കേട്ടാൽ തന്നെ വിളറി പിടിക്കും. സാത്താൻ അസ്വസ്ഥതയാണ്, സാത്താൻ പലായനം ചെയ്യും. കുരിശിനെ കുറിച്ച് പ്രഘോഷിച്ചാൽ സാത്താൻ അവിടെ പിന്നെ ആധിപത്യമില്ല. കാരണം കുരിശിലാണ് യേശു സാത്താനെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് ആ വചനം എല്ലാവരും പലയാവർത്തി വായിക്കേണ്ട വചനമാണ്. കൊളോസോസ് ലേഖനം 2-ാമത്തെ അധ്യായം. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. കൊളോസോസ് 2:15 ഉച്ചത്തിൽ വായിക്കുക, വിശ്വാസത്തോടെ ഉറക്കെ വായിക്കുക. കൊളോസോസ് 2:15 വായിക്കാം. ഉറക്കെ, അങ്ങനെയല്ല ഉച്ചത്തിൽ വായിക്കണം. വായിച്ചേ. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. എവിടെയാണ്? കുരിശിൽ. ഒന്നുകൂടെ വായിക്കാം. കൊളോസോസ് 2:15 എല്ലാവരും എടുത്ത് വായിക്കുന്നു. വായിച്ചോ. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. ഒന്നുകൂടെ ഉറക്കെ വായിക്കാം. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. ഇങ്ങോട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസി സാത്താനെതിരെ എപ്പോഴും വിജയിച്ച് കാണപ്പെടും. എപ്പോഴാണെന്ന് വെച്ചാൽ യേശുവിൻ്റെ കുരിശിലെ രക്ഷയെ ആ വ്യക്തി ഹൃദയത്തിൽ എടുത്ത് കൊണ്ടു നടന്നാൽ, ആ രക്ഷയെക്കുറിച്ച് ബോധ്യപ്പെട്ടാൽ, ആ രക്ഷയെക്കുറിച്ചുള്ള കൺവിക്ഷൻ ഉണ്ടായാൽ, ഞാൻ യേശുവിൻ്റെ കുരിശിനാൽ രക്ഷിക്കപ്പെട്ട ആളാണ് എന്ന് വ്യക്തത ഉണ്ടായാൽ, ആ വ്യക്തിക്ക് എപ്പോഴും സാത്താനെതിരെ ഒരു വിജയമുണ്ട്. അതുകൊണ്ടാണ് എഫേസോസ് 6 സാത്താനെതിരെയുള്ള വചനങ്ങൾ പറയുമ്പോൾ രക്ഷയുടെ പടത്തൊപ്പി അണിയണം എന്നൊരു വചനമുണ്ട്. എഫേസോസ് 6 എടുക്കുക. എഫേസോസ് 6:10 മുതൽ വായിക്കാം. എഫേസോസ് ലേഖനം 6-ാം അധ്യായം 10 മുതൽ വായിക്കാം. അവസാനമായി ഉച്ചത്തിൽ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ പതിയിരിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പം നമ്മുടെ യുദ്ധം പൈശാചിക സാമ്രാജ്യത്തോടും അവൻ്റെ ആധിപത്യങ്ങളോടും അധികാരങ്ങളോടും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാരോടും സ്വർഗീയ ഇടങ്ങളിൽ പതിയിരിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളോടുമാണ് നമ്മുടെ പോരാട്ടം. അതുകൊണ്ട് അപ്പസ്തലൻ പറയുകയാണ്, അതിനാൽ ദൈവത്തിൻ്റെ സർവായുധങ്ങളും ധരിക്കണം, സകല ആയുധങ്ങളും ധരിക്കണം.
അപ്പം ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കണം. ഒരു വിശ്വാസി എടുത്തണിയേണ്ട ആയുധങ്ങൾ വായിക്കാം. എന്തൊക്കെയാണത്? തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. പിടിച്ചു നിൽക്കാൻ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെ ഒരു വിരൽ വെച്ചേക്കണം. എന്നിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് യേശു മിശിഹ പത്രോസിനോട് ഒരു വാചകം പറയും. ലൂക്ക 22:31. എഫേസോസിലേക്ക് തിരിച്ചു പോകണം. അതിന് തൊട്ട് മുമ്പ് ഇത് വായിക്കണം. എഫേസോസ് 22:31 വായിക്കാം. എഫേസോസ് 22:31 വായിക്കാം. ശിമയോൻ 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 ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, പരിശ്രമിച്ചു, അനുവാദം ചോദിച്ചു എന്നൊക്കെയാണ് അവിടുത്തെ അർത്ഥം. സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. ശിമയോൻ ശിമയോൻ, സാത്താൻ ഗോതമ്പ് പോലെ നിങ്ങളെ പാറ്റാൻ എന്നോട് അനുവാദം ചോദിച്ചു. ഞാൻ അനുവാദം കൊടുത്തു. ഞാൻ അനുവാദം കൊടുത്തു. അപ്പം എന്ത് ചെയ്യണം? അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വളരെ ആഴമുള്ളൊരു വചനമാണിത്. യേശു ശിമയോൻ പരീക്ഷിക്കപ്പെടരുത് എന്ന് പ്രാർത്ഥിച്ചില്ല. പരീക്ഷിക്കപ്പെടും എന്ന് യേശുവിന് അറിയാം. സാത്താന് ശിമയോനെ പരീക്ഷിക്കാൻ യേശു അനുവാദം കൊടുത്തു. ശിമയോൻ ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്ന് പറഞ്ഞാൽ പെർമിഷൻ ചോദിച്ചു എന്നാണ്. അനുവാദം ചോദിച്ചു. ആ അനുവാദം ഞാൻ കൊടുത്തു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി. എന്തിനാണ് പ്രാർത്ഥിച്ചത്? നീ വീഴാതിരിക്കാനല്ല ഞാൻ പ്രാർത്ഥിച്ചത്. നീ പരീക്ഷയെ ഒഴിവാക്കാനല്ല ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ എന്തിനാ പ്രാർത്ഥിച്ചത്? നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതായത് നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരുന്നാൽ, ശ്രദ്ധിക്കുന്നുണ്ടോ? വിശ്വാസം ക്ഷയിക്കാതിരുന്നാൽ നീ സാത്താനെതിരെ പോരടിച്ച് ജയിച്ച് തിരിച്ചു വരും. നീ തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തിനാണെന്നറിയാം ഇപ്പോൾ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്? നീ ഈ പരീക്ഷണത്തെ നേരിടാൻ ശിമയോൻ, ഞാൻ സാത്താൻ അനുവാദം കൊടുത്തിരിക്കുന്നത്, നിന്നെ പരീക്ഷിക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നതെന്നറിയാമോ? നീ ലീഡറാണ്. നീ തിരിച്ചു വന്നിട്ട് ഇതുപോലെ വീഴാൻ സാധ്യതയുള്ള, ഇതുപോലെ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള, ഇതുപോലെ പരീക്ഷണത്തിൽ തളർന്നു പോകുന്ന നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്താനാണ് നിന്നെ ഈ പരീക്ഷയിലൂടെ കടത്തിവിടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ, അനേകം ആളുകൾക്ക് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. വിശ്വാസം എന്നത് എന്താ? അപ്പം നമ്മൾ ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ വിശ്വാസികളാണോ? അപ്പോൾ പറയും, എന്താ മറുപടി? വിശ്വാസികളാണ് എന്ന് പറയും. അപ്പോൾ ചോദിക്കുകയാണ്, വിശ്വാസം എന്നൊന്ന് പറഞ്ഞേ, ഒന്ന് വിവരിച്ചേ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. വിശ്വാസം ഉണ്ടെന്ന് എങ്ങനെ, എന്താ എനിക്കൊന്ന് മനസ്സിലാവട്ടെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന്. അപ്പോൾ പറയും, അച്ഛാ 2022 മരിച്ചു പോകാമായിരുന്ന ഒരു രോഗത്തിന് ഞാൻ ഇരയായി. ഞാൻ വിശ്വാസത്തോടെ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അനേകം പേര് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ രക്ഷപ്പെട്ടു. കറക്റ്റല്ലേ? പൊളിറ്റിക്കലി കറക്റ്റാണോ? ഇത് കറക്റ്റല്ലേ? ഈ പറഞ്ഞ സെൻറ്റൻസ് കറക്റ്റാണോ? ഈ പറഞ്ഞ ആശയം കറക്റ്റാണോ? ഇത് സംഭവിച്ചതാണോ? നുണ പറഞ്ഞാണോ? ഇതൊക്കെ നടന്നതല്ലേ? ഇത് വിശ്വാസമല്ലേ? അതെ. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, എക്സ്പ്ലെയിൻ ഫർദർ, കുറച്ചുകൂടെ വിശദീകരിക്കൂ. അപ്പോൾ അവിടെ പറയുകയാണ്, അച്ഛാ ഞങ്ങൾ വലിയ കൊടിയ നരകയാതന കടബാധ്യതയിലൂടെ കടന്നു പോവുകയായിരുന്നു. അതായത് ഞങ്ങളുടെ കുടുംബം അപ്പാടെ കൂട്ടാത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ ഞങ്ങൾ ഭഗ്നാശരാകാതെ നിരാശരാകാതെ ഞങ്ങളുടെ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. വഴികളും വാതിലുകളും ദൈവം തുറന്നു തന്നു. ഞങ്ങളാ ഭയാനകമായ കടബാധ്യതയിൽ നിന്നും രക്ഷ പ്രാപിച്ചു. ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട്, സത്യമല്ലേ പറഞ്ഞ സത്യമല്ലേ? ഇവർ കടബാധ്യതയിൽ നിന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടതല്ലേ? പറ. അതെ. നിങ്ങൾ കണ്ടുമുട്ടുന്ന സാധാരണ വിശ്വാസികളിൽ 90% ആളുകളോട് ചോദിച്ചാലും അവർ പറയാൻ പോകുന്നത്, വിശ്വാസത്തിൻ്റെ തെളിവായി പറയാൻ പോകുന്നത്
അവർ പ്രാർത്ഥിച്ചപ്പോൾ ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടിയതായിരിക്കും. ശരിയോ തെറ്റോ? യെസ് ഓർ നോ? അപ്പം അതനുസരിച്ച് ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ വച്ച് വിശ്വാസത്തിൻ്റെ നിർവചനം പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ് വിശ്വാസം. ശരിയോ തെറ്റോ? ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ വെച്ച് എന്താണ് വിശ്വാസം? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പാണ് വിശ്വാസം. പക്ഷെ ബൈബിൾ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ നിർവചനം പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പല്ല. അത് വായിക്കണം. ഹെബ്രായർ 11:1. ഹെബ്രായർ 11:1. പ്രാർത്ഥിക്കുന്നത് കിട്ടുമെന്ന് ഉറപ്പല്ല വിശ്വാസം. ഹെബ്രായർ 11:1 വായിക്കൂ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. ശ്രദ്ധിക്കണം, കാത് തുറക്കണം. ഇന്ന് വിശ്വാസം എന്നത് പ്രാർത്ഥിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പല്ല. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ക്രിസ്തീയ വിശ്വാസത്തെയും മറ്റ് വിശ്വാസങ്ങളെയും ഒന്നായിട്ട് കാണുന്ന വിധത്തിലാണ് ഇന്നത്തെ നമ്മുടെ വിശ്വാസ ജീവിതം. അതല്ല, വ്യത്യാസമുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. അതായത് ശബരിമലയിൽ പോകുന്ന ഭക്തന്മാർക്കും എന്ത് വിശ്വാസം? പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ അവിടെ പോകുന്നത്. ശരിയോ തെറ്റോ? ആറ്റുകാൽ പൊങ്കാല, തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയുണ്ട്. എല്ലാ വർഷവും ചേച്ചിമാരുടെ എണ്ണം കൂടി വരും. സ്ത്രീകളുടെ പൊങ്കാലയാണ് പൊങ്കാല. എല്ലാ കൊല്ലവും പൊങ്കാലയ്ക്ക് ആറ്റുകാൽ പൊങ്കാല. അതിന് മനോരമയിലും മാതൃഭൂമിയിലും ഒന്നും അച്ചടിച്ച് പരസ്യം ചെയ്യുന്നൊന്നുമില്ല. ആറ്റുകാൽ പൊങ്കാലുണ്ട്, എല്ലാവരും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അടിച്ചതുപോലെ ഒരൊറ്റ ഫ്ലെക്സ് അവരടിച്ചിട്ടില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ നോട്ടീസ് ആരും അടിച്ചിട്ടില്ല. ആരും ഒറ്റ ഇടവകയിലോ ഒറ്റ സമൂഹത്തിലോ ചെന്നിട്ട് ആരും ഇങ്ങനെ ഇന്ന് ഈ അഞ്ചൽ കൺവെൻഷന് വേണ്ടി ഓർഗനൈസ്ഡ് ആയിട്ട് ആളുകളെ വിളിച്ച പോലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആരും വിളിച്ചിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ചേച്ചിമാരുടെ എണ്ണം കൂടി വരികയാണ്. എന്താ ഈ കൂടി വരുന്നതിൻ്റെ കാരണം? പറ. ആ പൊങ്കാലയ്ക്ക് വന്ന് അവിടെ പൊങ്കാല ഇടുന്നവരുടെ പൊങ്കാല ഇടുന്നവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പൊങ്കാലയ്ക്ക് പോകുന്നവരുടെയും കാര്യം നടക്കും, ശബരിമലയിൽ പോകുന്നവരുടെയും കാര്യം നടക്കും, മക്കയിൽ പോകുന്നവരുടെയും കാര്യം നടക്കുന്നുണ്ട്. കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊന്നും അല്ല ക്രിസ്തീയ വിശ്വാസം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കുറേ കാര്യം നടന്നു, ഇതല്ല ക്രിസ്തീയ വിശ്വാസം. എന്താ പിന്നെ ക്രിസ്തീയ വിശ്വാസം? പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ സത്യസന്ധമായിട്ട് വിശ്വാസത്തെ പരിശോധിച്ചാൽ കൺവെൻഷൻ 5000 പേര് വന്നുകൊണ്ട് അവിടെ 5000 വിശ്വാസികൾ ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. വിശ്വാസികൾ 5 or 6 കാണത്തുള്ളൂ. 5 or 6. പറഞ്ഞേ ഹല്ലേലൂയ. പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പുള്ളവർ, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് ഉറപ്പുള്ളവർ, ആ ജീവിതം തരാൻ വേണ്ടി യേശു കുരിശിൽ മരിച്ചെന്നെ വീണ്ടെടുത്തു എന്ന് ഉറപ്പുള്ളവർ, അവൻ ആത്മാവിൻ്റെ അച്ചാരമായി അഡ്വാൻസായി ടോക്കണായി അവൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിക്ഷേപിച്ചു എന്ന് ഉറപ്പുള്ളവർ, അവൻ എൻ്റെ ശരീരങ്ങളെ വീണ്ടെടുക്കും എന്ന് ഉറപ്പുള്ളവർ, ഒരിക്കൽ നാം അവനെ പോലെയാകും എന്ന് ഉറപ്പുള്ളവർ, അവൻ്റെ കുരിശിനാൽ നാം നിത്യതയ്ക്ക് അവകാശികളായി എന്ന് ഉറപ്പുള്ളവർ, മാമോദീസായിൽ ത്രിയേക ദൈവത്തിൻ്റെ ജീവൻ ഒരിക്കലും മായാത്തൊരു മുദ്രയായ ആത്മാവിൽ പതിയപ്പെട്ടു എന്ന് ഉറപ്പുള്ളവർ, നാം യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്ന് ഉറപ്പുള്ളവർ, സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വരുന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുകയാണെന്ന ബോധ്യത്തോടെ പരിഹാരം ചെയ്യുന്നവർ, യേശുവിൻ്റെ ശരീരത്തിൻ്റെ വേദന എൻ്റെ ഭാരമാണെന്ന് തിരിച്ചറിയുന്നവർ, പരിശുദ്ധ കുർബാനയിൽ യേശു കുരിശിൽ കാണിച്ച സ്നേഹത്തെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്നവർ കുറവാണ്. മറ്റേ അർത്ഥത്തിൽ ഒത്തിരി വിശ്വാസികളുണ്ട്. ഏതർത്ഥത്തിൽ? പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്ന് ഉറപ്പുള്ളവർ 100-ൽ 90 പേരും അങ്ങനെയുള്ളവരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്രിസ്തീയ വിശ്വാസം അതല്ല. അപ്പം നിങ്ങൾ ചോദിക്കാം, അപ്പം ആ വിശ്വാസം തെറ്റാണോ? തെറ്റല്ല. ആ വിശ്വാസം തെറ്റല്ല. അത് 1ാം ക്ലാസ്. അത് ജനറൽ ഫെയ്ത്ത്, കോമൺ ഫെയ്ത്ത്, എല്ലാ മതങ്ങളിലും പൊതുവായിട്ടുള്ള വിശ്വാസം. ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് നോട്ട് കോമൺ ഫെയ്ത്ത്. അതല്ല. എന്താ ക്രിസ്തീയ വിശ്വാസം? യേശുവിൻ്റെ കുരിശിൽ നടന്ന സംഭവങ്ങളിലുള്ള ഉറപ്പ്. ഇതെത്ര പേർക്കുണ്ട്? ഇപ്പം എല്ലാവരും പറയില്ലേ? ഒരുപാട് ആളുകൾ പറയില്ലേ? എന്താണ്?
പരിശുദ്ധ കുർബാനയുടെ സമയം നീണ്ടുപോകുന്നു, കുർബാന അങ്ങോട്ട് നീങ്ങുന്നില്ല, ഭയങ്കര സമയമെടുക്കുന്നു. കുർബാനയ്ക്ക് നമുക്ക് മാത്രമല്ല, കുറച്ച് നല്ല എൻ്റർടൈനിങ് അല്ല കുർബാന, ലൈവ് അല്ല, ഒരു സംഭവമില്ല, ഒരു മൂവിങ് ഇല്ല, ഒരു നമുക്കില്ല. മറ്റേന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹല്ലേലൂയ അതിനൊരു മൂവിങ് ഉണ്ട്, ഇതിന് ഒരു മൂവിങ് ഇല്ല. കുർബാനയ്ക്ക് ഇങ്ങനെ എന്നും ഒരേ പ്രാർത്ഥന, ഒരു മൂവിങ് ഇല്ല. എന്തെന്നറിയാം, ലോകത്തൊരു ഈ സാധാരണ കോമൺ ജനറൽ ഫെയ്ത്തുള്ള മനുഷ്യനും പരിശുദ്ധ കുർബാന ഒരു അനുഭവം പോണില്ല. കാരണം അവൻ വന്നത് കാര്യം നടക്കാനാണ്. അതല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കുർബാനയിൽ ആദ്യന്തം തുടക്കം മുതൽ ഒടുക്കം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷയെക്കുറിച്ചാണ്. അതവന് ഫീൽ ചെയ്യില്ല, കാരണം അവന് രക്ഷയെക്കുറിച്ച് ബോധ്യമില്ല. രക്ഷയെക്കുറിച്ച് ബോധ്യമുള്ളവന് കുർബാന തുടങ്ങി തീരുന്നത് വരെ അവൻ ആത്മാവിലാണ്. അവനറിയാം യേശു എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവൻ ചലിക്കും, അവൻ്റെ ഉള്ളു നിറയും, അവൻ്റെ കണ്ണ് നിറയും. അവനൊരു അഭിഷേകത്തിലും ആത്മാവിലും ദൈവത്തോട് നന്ദിയുള്ളവനായി ആരാധിക്കും. അപ്പൊ ഫാൻ ഓഫായാലും അവൻ അറിയത്തില്ല. ഫാൻ ഇല്ലെങ്കിൽ കുർബാന ഇല്ലത്തില്ലെന്ന് പറയത്തില്ല. അവൻ്റെ കുരിശിലെ രക്ഷ കണ്ടിട്ടാണ് അവൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഫാൻ കണ്ടിട്ടല്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അവൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് യേശു കുരിശിൽ അവന് തന്ന രക്ഷ കണ്ടിട്ടാണ്. എന്താ സംഭവം എന്നറിയാം, ഈ കുർബാനയൊന്നും ഒരിക്കലും അനുഭവം പാടില്ല ആർക്ക് അൺലെസ് രക്ഷയെക്കുറിച്ച് ബോധ്യപ്പെടണം. രക്ഷ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക, വിശ്വാസം പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പാണ്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഹോപ്പ്. എന്താ ശരിക്കും പറയണം? ഹോപ്പ്. വിശ്വാസം, പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഹോപ്പ്. വേറൊന്നും പറഞ്ഞേക്കരുത്. എന്താണ് പ്രത്യാശ? ഹോപ്പ്. പ്രത്യാശ, പ്രത്യാശയാണ്, ആശയല്ല. ആശ എന്ന് പറഞ്ഞാൽ ഡിസയർ. സ്വിഫ്റ്റ് ഡിസയർ എന്ന് കേട്ടിട്ടുണ്ടോ? ഡിസയർ, ആശ. ഇന്ന് ഭക്തന്മാർക്കുള്ളത് എന്താ? പ്രത്യാശയില്ല, പിന്നെ എന്നാ ഉള്ളേ? ആശയേ ഉള്ളൂ. ആശ മാത്രമേ ഉള്ളൂ, അല്ലേ? ആശ തന്നോട് എന്നും എന്നിൽ ആശ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശ കൂടുന്നല്ലാതെ പ്രത്യാശ വളരുന്നില്ല. പ്രത്യാശയില്ല. പ്രത്യാശ, നിങ്ങൾ പുതിയ നിയമത്തിൽ പ്രത്യാശയുമായി ബന്ധപ്പെട്ട എല്ലാ വചനങ്ങളും പരിശോധിക്കൂ. അത് മുഴുവൻ ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ചുള്ളതല്ല. നിത്യത, സ്വർഗം, ദൈവരാജ്യം, ദൈവത്തിൻ്റെ ജീവൻ, യേശുവിനോടൊത്തുള്ള വാസം, സ്വർഗത്തിൻ്റെ കലവറയില്ലാത്ത അനുഗ്രഹങ്ങൾ, സ്വർഗീയ ദാനങ്ങൾ, മഹത്വം, ഗ്ലോറി, തേജസ്, ഇതൊക്കെയാണ് പ്രത്യാശ. ഒരിക്കൽ ഞാൻ അവനെ പോലെയാകും. ഒരിക്കൽ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ എൻ്റെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഒരിക്കൽ നാം അവനായിരിക്കുന്നത് പോലെ അവനെ കാണും. ഒരിക്കൽ നാം അവനെ പോലെ ആകും. ഒരിക്കൽ സ്വർഗീയ ജെറുസലേം അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മനസ്സിലായോ? അതായത് ദൈവമേ നിന്നെ കാണാൻ. നിങ്ങൾ നാളെ ചോദിക്കേ, ഈ പണ്ട് കേരള സഭയിൽ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രത്യാശാഗീതങ്ങൾ ഉണ്ടായിരുന്നു. ഉണ്ടോ? ഇപ്പം ഉണ്ടോ? ഇപ്പം ആശയുടെ ഗീതങ്ങൾ മാത്രമേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം പ്രത്യാശ, ഒരൊറ്റ പ്രത്യാശാഗീതം പറയാവോ നിങ്ങൾക്കാരോട്? കഴിഞ്ഞ 30 കൊല്ലത്തിനിടയിൽ ഇറങ്ങിയ ഒരു പ്രത്യാശാഗീതം. അത് പഴയത്, റീസെന്റ്. അത് പഴയത്. മനസ്സിലായില്ലേ? അതായത് മുഴുവൻ നിങ്ങളെന്നാലും ചോദിക്കേ, ഒരു 10 പ്രത്യാശാഗീതം പാടണം. ഇപ്പം പറയണം. സിയോൻ യാത്രയതിൽ അപ്പോ ഇനി സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു. ഇപ്പോഴത്തെ പാട്ടുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ പാട്ട് എഴുതിയവർ എന്നെ ഇനി നാളെ മുതൽ തല്ലിക്കൊല്ലാൻ വരും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരൊറ്റ പ്രത്യാശയുടെ പാട്ടുകളില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ പ്രത്യാശയുടെ പാട്ടുകളില്ല. മുഴുവൻ ഇപ്പം ഇവിടുത്തെ കാര്യങ്ങൾ നടക്കാനുള്ള പാട്ടുകൾ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സാത്താൻ പതുക്കെ 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 പതുക്കെ
നമ്മുടെ മേൽ പിടിമുറുക്കി. W.B. ഈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഐറിഷ് കവിയുണ്ട്. അയാളുടെ ഒരു കവിതയുടെ പേരാണ് ദ സെക്കൻഡ് കമ്മിങ്, രണ്ടാം വരവ്. ആ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന ഈ കവിത അവസാനിക്കുന്നത് ഒരു കരാള ഹസ്ത, ഒരു ഭീകര സത്വം. ഇതാ നമ്മുടെ അരണ്ട മുറികൾക്കകത്തേക്ക് ഈ സത്വം ഇഴഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഈ കവിത ഈ സത്വം, അതിനെ വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത് അത് അന്തിക്രിസ്തു, എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. എന്തോ ആവട്ടെ, ഈ സത്വം നമുക്കകത്തേക്ക് ഇഴഞ്ഞു കയറുക മാത്രമല്ല, നമ്മളെ പിടിമുറുക്കുകയും ചെയ്തിരിക്കും. നമ്മളെ ഇത് വരിഞ്ഞു മുറുക്കുക. എന്താണെന്നറിയാം, പ്രത്യാശ നഷ്ടപ്പെടുത്തിയിട്ട് ഈ ലോകം മാത്രം. പറയാവോ ഹല്ലേലൂയാ? പറയാവോ ഹല്ലേലൂയാ? ഈ ലോകത്തിലെ കാര്യങ്ങൾ. അതുകൊണ്ട് സാത്താൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ടയർ വെട്ടുന്നതോ നമ്മൾ പോകുന്ന വഴിക്ക് മഴ പെയ്യുന്നതോ ഒന്നുമല്ല. സാത്താൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവൻ നമ്മുടെ തലയ്ക്കകത്ത് കയറി നമ്മുടെ ബോധ്യങ്ങളെയെല്ലാം കവർന്നെടുത്ത് കൊള്ള ചെയ്തിട്ട് അവൻ ഈ ലോകം നിറച്ചു വെച്ചു. ലോകം. അതിന് ചേർന്ന പ്രസംഗങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അതിന് ചേർന്ന വായനകൾ നിങ്ങൾ നടത്തി, അതിന് ചേർന്ന പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടു. പ്രോസ്പെരിറ്റി എല്ലായിടത്തും, അഭിവൃദ്ധി, ശരിയാവും, നന്നാവും, രക്ഷപ്പെടും, പൊക്കോ പൊക്കോ, മോട്ടിവേഷണൽ സ്പീക്കിങ്ങുകളായി മാറി വചനപ്രഘോഷണങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായോ? ഞങ്ങൾ മോട്ടിവേഷണൽ പ്രസംഗം, വചനപ്രഘോഷണം. നീ രക്ഷപ്പെടും, നീ നന്നാവും, അത് മാറും, ഇത് മാറും, നിനക്ക് സ്വർഗം കിട്ടും, നിനക്ക് നിത്യത കിട്ടും, യേശു നിന്നെ രക്ഷിക്കും, നിനക്കൊരു ജീവിതമുണ്ട് ഇതിനപ്പുറത്ത്, രക്ഷ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ശിമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തി. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ. വിശ്വാസം ക്ഷയിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, യേശു കുരിശിൽ മരിച്ച് നമ്മെ വീണ്ടെടുത്തു. ഈ വിശ്വാസമാണ് സാത്താനെതിരെയുള്ള ആയുധം. ഇത്രയും മനസ്സിലായോ? വിശ്വാസം. എന്ത് വിശ്വാസമാണ്? പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്നുള്ള വിശ്വാസം അല്ല. അല്ല. നൊവേന 9 ദിവസം കറക്റ്റായിട്ട് വന്ന കാര്യം നടക്കും, ആ വിശ്വാസം അല്ല. അതല്ല. പിന്നെന്താ? യേശുവിൻ്റെ കുരിശിലുള്ള വിശ്വാസം. യേശു കുരിശിൽ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിലുള്ള ഉറപ്പ്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അപ്പസ്തോലിക പ്രബോധനങ്ങൾ പഠിക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അപ്പസ്തോല പ്രവർത്തനം മുതൽ യൂദാസിന്റെ ലേഖനം വരെ നിരന്തരം വായിച്ച് അപ്പസ്തോലന്മാരെന്താ പ്രസംഗിച്ച് അത് പഠിക്കണം. അത് പഠിച്ചാൽ നിങ്ങളുടെ വിശ്വാസം വളരും, പ്രത്യാശ വളരും, കൃപാനുഭവം ഉണ്ടാവും, സുവിശേഷത്തെക്കുറിച്ച് വലിയ തീക്ഷ്ണതയുണ്ടാവും, യേശു ഏകരക്ഷകനാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവും. അപ്പോ മനസ്സിലാവുന്നുണ്ടോ? ഹലോ, അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ സാത്താൻ വിരളി പിടിക്കുന്നത് വായിക്കാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം ഞാൻ കേട്ടു. ഞാൻ വായിക്കാം, അതായിരിക്കും എനിക്ക് നല്ലത്. എന്നാ പറഞ്ഞേ? നിങ്ങൾ കേട്ടിട്ട് അത് പറയാന്നേ ഞാൻ ഓർത്തെ. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് വായിക്കേ. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. വായിക്കാം. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. അടുത്ത വാക്യം. എന്തെന്നാൽ നമ്മുടെ സഹോദരന്മാരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ ആരാവും? ഇത് പഴി പറയുകയും ചെയ്തുകൊണ്ടിരുന്നവൻ സാത്താൻ വലിച്ചെറിയപ്പെട്ടു. അടുത്ത വാക്യം. അവരാകട്ടെ, അവരെന്ന് പറഞ്ഞാൽ ആരാണ്? ഇവൻ ആരെക്കുറിച്ചാണോ രാപകൽ ദൈവസമക്ഷം പഴി പറഞ്ഞിരുന്നത്, ആ വിശ്വാസികൾ, അവരാണ് ഈ സഹോദരന്മാർ. ഈ സാത്താൻ ആരെക്കുറിച്ചാണോ രാപകൽ ദൈവസമക്ഷം പഴി പറഞ്ഞുകൊണ്ടിരുന്നത്, അവരാണ്. അവരാകട്ടെ, വിശ്വാസികളാകട്ടെ. വായിക്കാം. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും
സാത്താൻ്റെ മേൽ വിജയം നേടി. ശ്രദ്ധിക്കുക, എന്നെ നോക്കാവോ? അതായത് ഇവിടെ ഇരിക്കുന്ന ഒരു അമ്മ രക്ഷയിൽ ആഴപ്പെട്ടാൽ യേശുവിൻ്റെ കുരിശിനെ കുറിച്ചുള്ള ബോധ്യങ്ങളിൽ ശക്തി പ്രാപിക്കുകയും ആ അമ്മയിൽ വിശ്വാസം ആഴപ്പെടുകയും ചെയ്താൽ ആ കുടുംബത്തെക്കുറിച്ചുള്ള സാത്താൻ്റെ പദ്ധതികളെല്ലാം തന്നെ തകർത്ത് കളയാൻ ഈ അമ്മയുടെ ഒറ്റയാളുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്. അതായത് ഒരമ്മ രക്ഷയിൽ ആഴപ്പെട്ടാൽ, ഒരമ്മ ലോകത്തുള്ള സകല പ്രാർത്ഥനാ കേന്ദ്രങ്ങളും പോയി വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും മരുമക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാവം അമ്മയായതുകൊണ്ടാണ് പോയി ഇങ്ങനെ പ്രാർത്ഥിച്ച് നടന്നാൽ ആ പ്രാർത്ഥന കൊണ്ടുള്ള ഗുണം എന്താണ്? ഈ അമ്മ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നോ നാളെയൊക്കെ ആയിട്ട് നടക്കും. പക്ഷെ ആ കുടുംബത്തിനെതിരെയുള്ള പൈശാചിക പദ്ധതികൾ അതുപോലെ തന്നെ നിൽക്കും. അതിനൊന്നും ഒരു വ്യത്യാസം വരാൻ പോണില്ല. എന്നാൽ ആ കുടുംബത്തെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറാനും ആ കുടുംബത്തെ തകർക്കാൻ സാത്താൻ ഒരുക്കുന്ന കെണികൾ തകരാനും ഒരു വിശ്വാസി രക്ഷയിലാഴപ്പെടണം. പറയാവോ ഹല്ലേലൂയാ? പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു വിശ്വാസി രക്ഷയിലാഴപ്പെടണം. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, ശത്രുവിൻ്റെ മേൽ വിജയം നേടി. എങ്ങനെയാ വിജയം നേടിയത്? കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും. പറയാവോ? കുഞ്ഞാടിൻ്റെ രക്തം പറ കുഞ്ഞാടിൻ്റെ രക്തം. പറയൂ കുഞ്ഞാടിൻ്റെ രക്തം. കുഞ്ഞാടിൻ്റെ രക്തം. The blood of the lamb and the testimony of their faith. The blood of the lamb. കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അത് കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ, കേൾക്കുന്നുണ്ടോ? ഇനി അടുത്ത കൊല്ലം വന്ന് ചോദിക്കുമ്പോൾ, അടുത്ത കൊല്ലമല്ല പിന്നെ എപ്പോഴേലും ചോദിക്കുമ്പോൾ വായും പൊളിച്ചിരിക്കരുത്. എന്താണ് കുഞ്ഞാടിൻ്റെ രക്തം? എന്താണ് കുഞ്ഞാടിൻ്റെ രക്തം? പറയൂ. അല്ല, യേശു കുരിശിൽ രക്തം ചിന്തി നമുക്ക് നേടിത്തന്ന രക്ഷ. എന്താണ് കുഞ്ഞാടിൻ്റെ രക്തം? യേശു കുരിശിൽ രക്തം ചിന്തി നമുക്ക് നേടിത്തന്ന രക്ഷ. ഇതാണ് കുഞ്ഞാടിൻ്റെ രക്തം. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവർ ശത്രുവിൻ്റെ മേൽ വിജയം നേടി. ഇങ്ങോട്ട് നോക്കിയേ. അപ്പം എങ്ങനെയാണെന്നറിയാമോ? സാത്താന് നമ്മളെ ഭയമാവും. എപ്പോഴാണെന്നറിയാമോ? യേശു നേടിത്തന്ന രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് നിൻ്റെ അകത്തുണ്ടെങ്കിൽ, ആ രക്ഷയെക്കുറിച്ചുള്ള വചനം നിൻ്റെ നാവിലുണ്ടെങ്കിൽ സാത്താന് ഭയമാകും. ഇപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ രക്തം പുറപ്പാടിൽ ഫറവോയുടെ ആദ്യജാതന്മാർ കൊല്ലപ്പെട്ട രാത്രിയിൽ കുഞ്ഞാടിനെ കൊന്ന് രക്തമെടുത്ത് കട്ടളപ്പടിയിൽ ഒരു കുടുംബനാഥൻ തളിച്ചു വെച്ചിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? കുഞ്ഞാടിനെ കൊന്നിട്ട് രക്തമെടുത്ത് എന്ത് ചെയ്തു? കട്ടളപ്പടിയിൽ പടിവാതിക്കൽ തളിച്ചു വെച്ചിരിക്കുകയാണ്. ആ രാത്രിയിൽ സംഹാരദൂതൻ കടന്നു വരികയാണ്. ശ്രദ്ധിക്കണം ചോദ്യം. സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ആ സംഹാരദൂതൻ ഈ ഇസ്രായേൽക്കാരുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ തളിക്കപ്പെട്ട രക്തം ഈ സംഹാരദൂതനോട് അതിന് വായുണ്ടെങ്കിൽ ഒരു കാര്യം വിളിച്ചു പറയുമായിരുന്നു. എന്താണ് വിളിച്ചു പറയാൻ സാധ്യതയുള്ളത്? ആ രക്തം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ രക്തം തളിച്ചു വെച്ചിരിക്കുകയല്ലേ. സംഹാരദൂതൻ വരുന്ന ഇസ്രായേൽക്കാരുടെ ഡോറിന്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ അടിച്ചു വെച്ചിരിക്കുകയാണ്. എന്ത്? പെയിന്റ് അല്ല, എന്ത്? കുഞ്ഞാടിന്റെ രക്തം. ഈ കുഞ്ഞാടിന്റെ രക്തം ഈ സംഹാരദൂതനോട് എന്താവും പറയാൻ പോണത്? എന്താ പറയാൻ പോണത്? ആ രാത്രി ആഘോഷിക്കാൻ ഇസ്രായേൽക്കാർ ആഘോഷിച്ചിരുന്ന തിരുനാളിന്റെ പേരെന്താ? പെസഹ. ആ വാക്കിന്റെ അർത്ഥം എന്താ? കടന്നു പോവുക അല്ലേ? കടന്നു പോവുക. എന്ത് കടന്നു പോയതെന്നാ ഈ ആഘോഷിക്കുന്നത്? സംഹാരദൂതൻ എന്ത് കണ്ടപ്പോഴാണ് കടന്നുപോയത്? കുഞ്ഞാടിന്റെ രക്തം. അപ്പൊ ഈ കുഞ്ഞാടിന്റെ രക്തം സംഹാരദൂതനോട് എന്താ പറഞ്ഞെന്ന്? കടന്നു പോന്നു. നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളുടെ ഭാഷയിൽ പറഞ്ഞാൽ കടക്ക് പുറത്തുനിന്ന്. എന്താ പറഞ്ഞത്? കടന്നു പോകും. കടന്നു. സംഹാരദൂതനോട് ബ്ലഡ് പറഞ്ഞു, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. എന്ത് പറഞ്ഞു? കടന്നു. കേറരുത്, കടന്നു. പാസ് ഓവർ. അതാണ് ഈ പെസഹ. പാസ് ഓവർ. കടന്നുപോ.
ഒരു വിശ്വാസി രക്ഷയുടെ ആടയാഭരണങ്ങൾ ധരിച്ച് യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെട്ട് വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് പ്രത്യാശയിൽ ജ്വലിച്ച് നിൽക്കുമ്പോൾ ഒന്നും പറയണ്ട, ഒരു ഡെലിവറൻസ് പ്രയറും നടത്തണ്ട. യേശു ആ രക്തം അവിടെ നിന്ന് സാത്താനോട് പറയും, പാസ് ഓവർ, കടന്നുപോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? രക്ഷയിൽ ദൈവമക്കൾ ആഴപ്പെടണം. ആരും വിളിച്ച് തല്ലി ഉന്തി തള്ളി പള്ളി കൊണ്ടുവരാതെ എല്ലാവരും രക്ഷ, യേശുവിൻ്റെ രക്ഷ. കർത്താവേ എന്തിനാ പള്ളി വരുന്നത്? എന്താ ഈ നമ്മൾ പാടുന്ന പ്രാർത്ഥനയിൽ എന്താ? നാഥാ നിന്നുടെ ദാനങ്ങൾക്കെല്ലാം പകരമതായി എന്ത് ഞാൻ അങ്ങേക്ക് നൽകും. ഇത് പാടുന്നല്ലേ, ഈ കുർബാനയ്ക്ക് പാടുന്ന പാട്ടല്ലേ അല്ലേ? അപ്പോൾ ആ പാട്ട് പാടുമ്പോൾ അതെന്താണ്? 116 സങ്കീർത്തനമാണ്. എടുക്കണ്ട 5-6 തവണ ഞാൻ പറഞ്ഞത് ഇവിടെ തന്നെ. 116 സങ്കീർത്തനമാണ്. 116 സങ്കീർത്തനം 12, 13, 14. അതാണ് ഈ വാക്യങ്ങൾ. എടുക്കൊന്നും വേണ്ട. എൻ്റെ ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും. രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം. അപ്പോൾ ഈ കുർബാനയ്ക്ക് വന്ന എന്തിനാണെന്നാണ് ഈ ആദ്യത്തെ പാട്ടിനകത്ത് വെച്ചിരിക്കുന്നത്? എന്തിനാ വന്നേ? രക്ഷയുടെ പാനപാത്രം, ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ്, ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ്. കർത്താവെ അനുഗ്രഹത്തിൻ്റെ രക്ഷയുടെ ഈ പാനപാത്രം എടുത്ത്, ഈ കപ്പ് ഓഫ് സാൽവേഷൻ എടുത്ത് ഞാൻ അങ്ങയുടെ നാമത്തെ പ്രകീർത്തിക്കും. കുർബാനയ്ക്ക് അപ്പോൾ വരുമ്പോൾ ഈ രക്ഷയെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് പരിശുദ്ധ കുർബാന ഭയങ്കര അനുഭവമായിരിക്കും. അവർക്ക് കുർബാനയിൽ ഭയങ്കര അനുഭവമായിരിക്കും. അവർക്ക് ഈശോ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ദൈവത്തോട് വലിയ സ്നേഹവും നന്ദിയും ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ നമ്മൾ ഒരു ചടങ്ങ് ഇങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് ഈശോ പൗലോസപ്പോസ്തലൻ കോരിന്തിൽ ചെന്നപ്പോൾ 1 കൊരിന്തോസ് 2 അധ്യായം 2 തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ അങ്ങോട്ടും പോയത്. എഫേസോസ് മറന്നുപോയല്ലേ? എഫേസോസ് 6 നിന്നാണ് അതെടുത്തേ. എഫേസോസ് 6. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയെക്കുറിച്ച് നമ്മൾ എപ്പോഴും അറിവുള്ളവരായിരിക്കണമെന്ന് അപ്പസ്തോലന്മാർ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് വായിക്കാം. എഫേസോസ് 6:14. എഫേസോസ് 6:14 വായിച്ചേ. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച്. മനസ്സിലായി? അതായത് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം. കണ്ടോ? നീതി, റൈച്ചസ്നെസ്, നീതീകരണം, യേശു കുരിശിൽ നേടിത്തന്ന നീതീകരണം, അതിനകത്ത് ഉറപ്പുണ്ടെങ്കിൽ അത് സംരക്ഷണമാണെന്നാണ് അപ്പസ്തോലൻ ഇവിടെ പറയുന്നത്. നീതിയുടെ കവചം ധരിച്ച്. വായിക്കേ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിച്ച്, സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുത്ത് രക്ഷയുടെ പടത്തൊപ്പി അണിയണം. മനസ്സിലായോ? രക്ഷയുടെ പടത്തൊപ്പി അണിയണം. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കണം. ഇതെല്ലാം പറയുന്നത് ദൈവികമായ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാവണം. പഠിക്കണം. ഹലോ, എടുത്തോ? പഠിക്കണം. നമ്മൾ ഇരുന്നിട്ട് എന്തെന്നറിയാം? ഇവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുന്നത് പോലെ എല്ലാ ദിവസവും ബൈബിൾ എടുത്ത് അപ്പസ്തോലിക പ്രബോധനങ്ങൾ വായിച്ച് പഠിക്കണം. എന്താണ് രക്ഷ? ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പഠിക്കണം. ഇരുന്ന് വായിക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആദ്യം ഒന്ന് വായിക്കുമ്പോൾ ഒരു ബുക്കച്ചളയും മനസ്സിലാവത്തില്ല. ഹലോ, ആദ്യം ഒന്നും ഒരു വകയും മനസ്സിലാവാൻ പോകുന്നില്ല. രണ്ടാമത് വായിക്കുമ്പോഴും പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. വിട്ടുപോകരുത്. വീണ്ടും വായിക്കണം. അങ്ങനെ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കർത്താവ് എന്ത് ചെയ്യുന്നറിയാം? പതുക്കെ നമ്മുടെ ഈ ആഗ്രഹം കണ്ടിട്ട് ഓരോ വചനവും പൊട്ടിച്ച് തരും. ആ ഹാർഡ് ഷെല്ല് പൊട്ടിച്ചിട്ട് അതിനകത്ത് കിടക്കുന്ന ആ കാമ്പ് കാണിച്ചു തരും. അങ്ങനെ രക്ഷയെക്കുറിച്ച് വെളിപ്പെടുത്തൽ തന്നറിയാമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ നീതിയുടെ പരിജ്ഞാനത്തിൽ പുരോഗതി പ്രാപിച്ചാൽ നിങ്ങളുടെ സമസ്ത ഭൗതിക കാര്യങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ നടക്കും. ഫ്രീ ആണത്. സ്വർഗം പിന്നെ സ്വർഗത്തിൻ്റെ എല്ലാ ഏജൻസികളും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി 4 ചുറ്റും ഇങ്ങനെ നിൽക്കും, സഹായിച്ചുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ പ്രധാനപ്പെട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൺവെൻഷനെല്ലാം ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കി നടത്തുന്നതിൻ്റെ ഉദ്ദേശം എല്ലാം ദൈവവചനം ദൈവമക്കൾ പഠിക്കണം. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഓടി നടക്കരുത്.
അതിന് മറിച്ച് ഇത് ഒരു എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഒന്നും ആയില്ല, ഇൻട്രഡക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എഴുന്നേറ്റ് സാരമില്ല, ഇതൊക്കെ ബോധ്യപ്പെടാൻ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്, പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനാണ്. മൂന്നാമതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 46-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ, ജോൺ 12:46. യോഹന്നാൻ 12, യോഹന്നാൻ്റെ സുവിശേഷം 12:46 വായിക്കാമോ? എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു. യേശു ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? ഞാൻ ഒരു 15 കാര്യം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പെട്ടെന്ന് വായിച്ചു പോകാം. അപ്പോൾ മൂന്നാമത്തെ കാര്യമാണിത്. അതായത് വെളിച്ചമായി, എന്നിൽ വിശ്വസിക്കുന്നവർ അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല, കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല. അതായത് ഇത് ആദ്യത്തെ വരവിനെ കുറിച്ചാണ്. രണ്ടാം വരവ് ലോകത്തെ വിധിക്കാനാണ്. ഇപ്പോൾ യേശു ഒന്നാമത്തെ വരവ്, യേശു വന്നിരിക്കുന്നത് വെളിച്ചമായിട്ടാണ്. ഞാൻ വന്നിരിക്കുന്നത് പാപികളെ രക്ഷിക്കാനായിട്ടാണ്. ഇതാണ് ഈശോ പറയുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനം വായിക്കാം. യോഹന്നാൻ 1:3. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായില്ല. അടുത്ത വാക്യം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ. യേശുവിനെ കുറിച്ച് പറയുകയാണ്. യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ. അതായത് ഉയർന്ന ഒരു വെളിച്ചം, ഉയർന്ന ഒരു ജീവിത നിലവാരം, അത് തരാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് വ്യത്യസ്തമായ ഒരു കണ്ണിലൂടെ നാം ജീവിതത്തെ നോക്കിക്കാണാൻ, നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കാനാണ്, നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചം തരാനാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഇപ്പോൾ ഒരിക്കൽ എന്നോട് പനക്കലച്ചൻ, ഞാൻ അച്ഛനോട് സംസാരിക്കുമ്പോൾ പനക്കലച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡാനിയലച്ച, നമ്മുടെ അടുത്ത് ആളുകൾ വരുന്നത് 2 തരത്തിൽ നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരും. ഒന്ന് നമ്മുടെ സ്നേഹിതരായിട്ടും വരും, 2 നമ്മുടെ ശത്രുക്കളായിട്ടും വരും. ആളുകൾ നമ്മുടെ അടുത്തേക്ക് 2 തരത്തിൽ വരും. ഒന്നുകിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ട് വരും, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരായിട്ട് വരും. ഇങ്ങനെ 2 രീതിയിലാണ് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മളോട് റിലേറ്റഡ് ആവുന്നത്, നമ്മളോട് ബന്ധപ്പെടുന്നത്. ഒന്നുകിൽ നമ്മളെ സ്നേഹിക്കുന്നവരായിട്ട് വരും, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരായിട്ട് വരും. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മനസ്സിലായതനുസരിച്ച് ഈ സ്നേഹിക്കാൻ വരുന്നവരും ശത്രുക്കളായിട്ട് വരുന്നവരും 2 പേരും നമ്മളിൽ നിന്ന് ചോദിക്കുന്നത് രക്ഷയാണ്. ഞാൻ വിശദീകരിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 പേരും നമ്മളോട് ചോദിക്കുന്നത് രക്ഷയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു, അയാൾ നമ്മളോട് ചോദിക്കുന്നത്, അച്ഛാ ഞങ്ങളെ രക്ഷിക്കുമോ എന്നാണ്. ചോദിച്ചത് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വഴിയിലൂടെ വന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഒരാളിൽ നിന്നൊരു ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് ഇതൊരു വെളിച്ചമാണ്. ഇതൊരു വെളിച്ചമാണോ? ഇത് യേശുവിലൂടെ മാത്രം വന്നൊരു വെളിച്ചമാണ്. ലോകത്തിൽ വേറെ ആരെങ്കിലും ഈ വെളിച്ചം പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഇത് യേശു പറഞ്ഞു തന്നൊരു വെളിച്ചമാണ്. വെളിച്ചം, ഈ വെളിച്ചം യേശു പറഞ്ഞു തരുമ്പോൾ, യേശു നമ്മളിൽ നിന്ന് ഈ വെളിച്ചം നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വെളിച്ചം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകം നമുക്ക് കാണിച്ചു തന്ന നിർദ്ദേശോപദേശം എന്താണ്? അവരെ ഉപദ്രവിക്കുക, അവർക്കെതിരെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപദ്രവമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്തെങ്കിലും മാനുഷികമായ മാർഗങ്ങൾ സ്വീകരിക്കുക, എങ്ങനെ കേസ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ യേശു പറയുകയാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം. വേറൊരിടത്ത് യേശു പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്,
വലത് കരണത്തടിക്കുന്നവന് ഇടത്തെ കരണം കൂടെ കാണിച്ചു കൊടുക്കണം. നിന്റെ ഉടുപ്പ് എടുക്കുന്നവന് മേലങ്കി കൂടെ കൊടുക്കണം. കൊടുക്കുവോ? ചുരിദാർ എടുക്കുന്നവന് ഷോൾ കൂടെ കൊടുക്കുവോ? മൊബൈൽ എടുക്കുന്നവന് ചാർജർ കൂടെ കൊടുക്കുവോ? അതാണ് ഈ പറയുന്നത്. അതായത് നിന്റെ ഉടുപ്പ് എടുക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കണം, വലത് കരണം തടിക്കുന്നവൻ ഇടത് കരണം കൂടി. ഇത് വേറൊരു വെളിച്ചമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊരു വേറെ. അപ്പം ഇത് ഇങ്ങനെ ഒരാൾ, യേശു പറയുകയാണ്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ഒരു വെളിച്ചം, എന്നിൽ വിശ്വസിക്കുന്നവർ ഇരുട്ടിനകത്ത് ജീവിക്കാൻ പാടില്ല. എന്താണ് ഇരുട്ട്? പലപ്പോഴും നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇരുട്ടെന്ന് പറഞ്ഞാൽ പാവമാണ്. പാവമല്ലത്. ഇരുട്ടെന്ന് പറഞ്ഞാൽ മാനുഷികമായ ഒരു തലം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് 3 തലമുണ്ട്. ഒന്നൊരു പൈശാചിക തലം, 2 ഒരു മാനുഷിക തലം, 3 ഒരു ആത്മീയ തലം. ശ്രദ്ധിക്കണേ, 3 തലമുണ്ട്. ഒന്ന്, ഞാൻ പോവുക, പൈശാചിക തലം. 2 പൈസയുടെ തലമല്ല, പൈശാചിക തലം. എന്താണ്? മൃഗീയവും പൈശാചികവും എന്നൊക്കെ, ആ പൈശാചിക തലം 1. 2 മാനുഷിക തലം. 3 ശരി. നമ്മൾ വിചാരിച്ച് വച്ചിരിക്കുന്നത് ഈ പൈശാചിക തലം മാത്രമേ കുഴപ്പമുള്ളെന്നാണ്. മാനുഷിക തലം കുഴപ്പമില്ലെന്നാണ് നമ്മുടെ ധാരണ. ഞാനൊരു വചനം പറയാം, അപ്പോൾ ഈ ധാരണ പൊളിയും. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് യേശു ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ചില സ്നാപയോഹന്നാൻ, ചില ഏലിയ, ചില പ്രവാചകന്മാരിൽ ഒരുവൻ. യേശുവിൻ്റെ അടുത്ത ചോദ്യം, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉടനെ ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണ്. യേശുവിൻ്റെ മറുപടി, യോനായുടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരാത്മീയ കണ്ണ് തുറക്കപ്പെട്ട ആൾക്ക്, ശിമയോനെ, ശീമോൻ പത്രോസേ, ഈ രഹസ്യം മനസ്സിലാവൂ. ഇത് ജഡവും രക്തവുമല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു മാനുഷിക തലത്തിൽ നിനക്ക് കിട്ടിയ അറിവല്ല, ഇതൊരു ദൈവിക ജ്ഞാനമാണ്. അത് വന്നത് ദൈവത്തിൽ നിന്നാണ്, പിതാവിൽ നിന്നാണ്. അതൊരു ആത്മീയ തലത്തിൽ മാത്രം കിട്ടുന്ന അറിവാണ്. ഇത്ര മനസ്സിലായോ? ഇത് ഭൂമിയിൽ നിന്ന് കിട്ടിയ അറിവല്ല. പിന്നെ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആരും എന്നെ പഠിപ്പിച്ചതല്ല, മറിച്ച് ഒരു വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. കണ്ടോ, അതെവിടെ നിന്ന് കിട്ടിയേ? അത് ആത്മാവിലെ ഒരു കണ്ണ് തുറക്കപ്പെട്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ, അദ്ദേഹം ദമാസ്കസിൽ വെച്ച് അദ്ദേഹത്തിന് വളരെ മാറ്റിമറിക്കുന്ന ദൈവികമായ ഒരു അനുഭവം കുതിരപ്പുറത്തുനിന്ന് വീണ സംഭവത്തിലൂടെ ഉണ്ടായപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അനനിയാസിന്റെ പക്കലേക്ക് പോയി. അവിടെ വെച്ച് 3 ദിവസം കഴിഞ്ഞ് ആ കണ്ണ് തുറക്കപ്പെട്ട് മാമോദീസ സ്വീകരിച്ച് അദ്ദേഹം പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞിട്ട് ജെറുസലേമിലേക്ക് ചെന്ന് അതിനുശേഷം അവിടുന്ന് നേരെ അദ്ദേഹം എവിടേക്ക് പോകുന്നത്? ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ഞാൻ അറേബ്യയിലേക്ക് പോയി. പണ്ഡിതന്മാർ പറയുന്നത്, ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് പറയുന്നത്, അറേബ്യയിലെ സീനായ് മലയിൽ മോശയ്ക്ക് നിയമം നൽകപ്പെട്ട ആ സ്ഥലത്ത്, ആ മലമുകളിൽ 3 കൊല്ലം അദ്ദേഹം ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അകക്കണ്ണ് തുറക്കപ്പെട്ട് വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങളാണ് ഈ അപ്പസ്തോലൻ എഴുതി തന്ന ലേഖനങ്ങളിലെ പ്രതിപാദന വിഷയങ്ങൾ. ഇതാര് പഠിപ്പിച്ചാണ്? ഒരു വെളിപാട് വഴി. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരു ആത്മീയ കണ്ണ് തുറക്കപ്പെട്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അറേബ്യയിൽ ചെന്ന് 3 കൊല്ലം അവിടെ ആ മരുഭൂമിയിൽ സീനായ് മലയിൽ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് യേശു വെളിപ്പെടുത്തി കൊടുത്ത രഹസ്യങ്ങളാണിത് മുഴുവൻ. യേശുവിനെ കുറിച്ച് നേരിട്ട് ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ കണ്ടിട്ടില്ല. യോനായുടെ പുത്രനായ ശിമയോനെ, നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. അപ്പോൾ ഇത് ആത്മാവിൻ്റെ തലത്തിൽ നിന്നാണ്. ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഈശോ മുന്നോട്ട് പോകുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും നിയമജ്ഞരും പരിസയരാലും വേട്ടയാടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുകയും ചെയ്യും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇത് കേട്ടപ്പോൾ
ഈ ആത്മാവിൻ്റെ കണ്ണ് തുറക്കപ്പെട്ട ഒരാളില്ലേ, മറ്റേ അവിടെ നിന്ന ഇപ്പം മേളിൽ നിന്ന ആളാ, മേളിൽ നിന്ന ആള് അവിടുന്ന് താഴോട്ട് വന്നിട്ട് ഒരു മനുഷ്യനെ പോലെ സംസാരിക്കാൻ തുടങ്ങി. പിശാചിനെ പോലാണോ? അല്ലല്ലോ. എൻ്റെ ദൈവമേ, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ, കർത്താവേ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ, ദൈവമേ നീ പോകരുത് എന്ന് പറഞ്ഞ് അവനെ തടയാൻ തുടങ്ങി. ഉടനെ യേശു, ശിമയോനെ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ഒരു ആത്മാവിൻ്റെ തലത്തിൽ ഒരു അകക്കണ്ണ് തുറക്കപ്പെട്ടപ്പോഴാണ് നിനക്കിത് മനസ്സിലായത് എന്ന് തൊട്ടു മുമ്പ് പറഞ്ഞ യേശു ഇപ്പോൾ ശിമയോനെ വിളിക്കുന്നു, സാത്താനെ, സാത്താനെ. ശ്രദ്ധിക്കണം, നിന്റെ ചിന്ത ദൈവികമല്ല, പൈശാചികമാണ്. ആണോ? പറ, നിന്റെ ചിന്ത ദൈവികമല്ല, പൈശാചികമാണ്. ആണോ? പിന്നെന്താ പറഞ്ഞേ? മാനുഷികം പറഞ്ഞവനെ യേശു വിളിച്ച പേരെന്താ? പറ. അതാ കാര്യം. പിടികിട്ടിയോ? ഈ മാനുഷിക തലത്തിൽ സാത്താൻ അക്സസ് ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പറയാ ഒരു മനുഷ്യരെ, ഒരു സാധാരണ മനുഷ്യരെ ചെയ്യുന്ന മനുഷ്യരൊക്കെ അങ്ങനല്ലേ, മനുഷ്യരാകുമ്പോ പിന്നെ മനുഷ്യങ്ങനാണല്ലോ മനുഷ്യർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഈ മാനുഷിക തലത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആത്മീയരല്ല. അവിടെ പവർ സാത്താനാണ്. അതുകൊണ്ട് മനുഷ്യർ ചെയ്യുന്നതാണ്. മനുഷ്യർ നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുമ്പോൾ മനുഷ്യർ എന്ന നില നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അവനെ അവിടെ പറഞ്ഞു, പരാതി കൊടുത്തു, സ്റ്റേഷനിൽ പോയി, അത് ചെയ്തു, ഇത് ചെയ്തു. ഒരു മാനുഷിക തലത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം അതേ ഉള്ളൂ. പക്ഷെ ഇതിന് ഓണർഷിപ്പ് ആർക്കാ? പറ. സാത്താനാ. യേശു പറയുകയാണ്, ദുഷ്ടനെ എതിർക്കരുത്, വലതുകാരനെ തടിക്കുന്നവൻ ഇടതുകാരനോട് കാണിച്ചു കൊടുത്തോണം, ഉടുപ്പെടുക്കുന്നവന് മേലെങ്കിൽ കൂടെ കൊടുക്കണം, 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവനോട് 2 മൈൽ ദൂരം, അഞ്ചൽ ജംഗ്ഷനിൽ വിടാൻ പറഞ്ഞവനെ ആയൂർ കൊണ്ടുവിടണം. ആയൂർ പോകാനുള്ളവനാണേലും വിടാവൂ, അല്ലാതെ ആര്യങ്കാവിന് പോകാനുള്ളവനെ ആയൂർ കൊണ്ടുവിടരുത്, അവനോട് ദ്രോഹം ചെയ്യുന്ന ദ്രോഹമായിരിക്കും. മനസ്സിലായില്ലേ? അതായത് വട്ടപ്പാറ വിടാൻ പറഞ്ഞവനെ തമ്പാനൂർ കൊണ്ടുവിടണം. അതാണ് 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോകണം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്തുക്കൾ കൈക്കലാക്കാൻ ഉദ്യമിക്കുന്നവനോട് അവനോട് മല്ലടിച്ച് നിൽക്കരുത്. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവൻ്റെ അടുത്തുനിന്ന് കട്ടിലിനടി കയറി ഇരിക്കരുത്. പപ്പ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞുതരും മോളെ എന്ന് പറയരുത്. മോളി എന്നിട്ട് പറയും പപ്പ ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞിട്ട് കട്ടിലിനടി ഇരിപ്പുണ്ടെന്ന് പറയും. അപ്പോൾ പിള്ള മനസ്സിൽ കള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ, അപ്പോൾ കർത്താവ് പറയാണ്, ശത്രുവിനെ സ്നേഹിക്കണം, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശപിക്കണം. അപ്പോൾ പനക്കലച്ചൻ ഈ വചനത്തിൻ്റെ ഷെല്ല് പൊട്ടിച്ചിട്ട് പനക്കലച്ചൻ പറയുകയാണ്, അനിരച്ച, നമ്മളെ എതിർക്കുന്നവരും ഉപദ്രവിക്കുന്നവരും പോലും നമ്മുടെ അടുത്ത് എന്നാ ചോദിച്ചുകൊണ്ട് വരുന്നത്? രക്ഷയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് മാനുഷിക തലമാണോ? അല്ല. മാനുഷിക തലം എന്താ? പണ്ട് ഞങ്ങളുടെ ഒരു അച്ഛൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അതായത് നിന്റെ സഹോദരൻ നിനക്കെതിരെ തെറ്റ് ചെയ്യുന്നെങ്കിൽ അവനോട് ആദ്യം നീയും അവനും മാത്രമായിരിക്കുമ്പോൾ, ഞാൻ മനോരമയിലെ വാർത്തയല്ല പറയുന്നേ, നിന്റെ സഹോദരൻ നിനക്കെതിരെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ അവന് മാത്രമായിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് ഒന്ന് പൊട്ടിക്കുക ആണോ? പിന്നെ മാപ്പ് ചോദിക്കുകയല്ല, അവനോട് അത് വിശദീകരിക്കുക. അത് നീ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ അവന് മാത്രമായിരിക്കുമ്പോൾ. ഇനി അവനത് കേൾക്കുന്നില്ലെങ്കിൽ 2 or 3 സാക്ഷികളെ കൂടെ കൊണ്ടുപോയിട്ട് അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി അത് അവൻ കേൾക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക, പള്ളി വന്ന് പറയുക. ഇനി അവൻ സഭയും കേൾക്കുന്നില്ലെങ്കിൽ ബൈബിളിൽ കിടക്കുന്ന അവൻ നിനക്ക് വിജാതിനെ പോലെയും ചുങ്കക്കാരനെ പോലെ ആയിരിക്കട്ടെ എന്നാണ്. അങ്ങനെ ഒരു അച്ഛൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ ആ ബാക്കി കിട്ടിയില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, സഭയും കേൾക്കുന്നില്ലെങ്കിൽ അവനെ ശരിക്കും അങ്ങോട്ട് പെരുമാറും, അവൻ്റെ കൈയും കാലം അടിച്ചോടിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് അതല്ല, അത് മാനുഷികമായ രീതിയാണ്. ഇവിടെ നടന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് അച്ഛൻ ആ സമയം വന്നപ്പോൾ അച്ഛന് കിട്ടിയ സ്പെല്ലിങ് പോയി, കൈവിട്ടു പോയി. അച്ഛനെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അത് അപ്പോൾ മാനുഷികമാണ്. ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, എന്നാൽ പിന്നെ അവനെ 2 പൊട്ടിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മറ്റേ ഇടിക്കുക. അതെന്ത് രീതിയാണ്? അത് മാനുഷികമായ രീതിയാണ്.
ഈ മാനുഷിക രീതിയിൽ നിന്ന് ആത്മാവിൻ്റെ തലത്തിലേക്ക്, വചനത്തിൻ്റെ തലത്തിലേക്ക് ഉയരുമ്പോൾ അവിടെ എന്നാ ഉണ്ടായേ? വെളിച്ചം ഉണ്ടായി. വെളിച്ചം. ഞാനൊരു സംഭവം, കേരളത്തിലെ ഒരു ഇടവകയിൽ നടന്നൊരു സംഭവം പറയട്ടെ. ഈ ജംഗ്ഷനിലാണ് കുരിശുപള്ളി. കുരിശടിയിൽ സാമൂഹിക വിരുദ്ധർ രാത്രി കയറി കള്ളു കുടിക്കുകയും അങ്ങനെ അവിടെ ഇരുന്ന് വെള്ളം വെക്കുകയൊക്കെ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഇങ്ങനെ ആളുകൾ ശ്രദ്ധിച്ചിട്ടൊന്നും നടന്നില്ല. ഒരിക്കൽ കള്ളുകുടിയന്മാർ അവിടെ ഇരുന്ന് കള്ളൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്, പിന്നെ ഒരു കള്ളുകുടിയൻ അവിടെ തന്നെ മലമൂത്ര വിസർജനങ്ങളും നടത്തി. രാവിലെ ആയപ്പോഴത്തേന് അപ്പോൾ ആരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇവർ കൂടുന്നതൊക്കെ, അപ്പോൾ ഇന്ന ആളുകളാണെന്ന് മനസ്സിലായി, ഇവരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഉടനെ പള്ളി മണിയടിച്ചു, എല്ലാവരും വന്നു. അപ്പോൾ ആളുകളെല്ലാം ക്ഷുഭിതരായി. കാരണം നമ്മൾ വളരെ സെൻസിറ്റീവ് ആവും. എന്താ പറ, നമ്മളെ ഒരു അടി അടിച്ചാൽ കുഴപ്പമില്ല, നമ്മളെ കുരിശടിക്കിട്ട് വല്ലതും ചെയ്താൽ നമുക്ക് അപ്പം തന്നെ പള്ളി വരാത്തവൻ വരെ തൂക്കുമായിട്ട് ഇറങ്ങും. അവൻ ആദ്യമായിട്ടാണ് ദുഃഖവെള്ളിക്ക് കണ്ടതിന് ശേഷം പിന്നെ ഈ സമരത്തിനാണ് കണ്ടത്. അപ്പം അങ്ങനെ ഭയങ്കര നമുക്ക് സെൻസിറ്റീവാണ്. കാരണം പള്ളി വരാത്തവന് പോലും ഭയങ്കര സെൻസിറ്റീവാണ് ഈ വക വിഷയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആളുകൾ വല്ലാതെ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ഇനി. അപ്പോൾ അവർ വികാരിച്ചനെ വിളിച്ചു, അച്ഛാ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. വേഗം വരണം, പെട്ടെന്ന് വന്ന് കാര്യങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാക്കണം. വി ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. അച്ഛോ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ വൈകിട്ടൊരു പ്രതിഷേധ റാലി ജംഗ്ഷനിൽ കൂടെ, പിന്നെ ഇവരുടെ എല്ലാം പേര് വെച്ചിട്ട് കേസ് കൊടുക്കുക, പിന്നെ ഒതുക്കത്തിൽ കിട്ടിയാൽ 3-4 പെരുമാറുക, ഇങ്ങനെ പല ഐറ്റംസ് അവർ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ പറഞ്ഞു അങ്ങനെ വേണം, അച്ഛൻ ഇങ്ങനെ തൻ്റെ ഉള്ള ചുണയുള്ള അച്ഛന്മാർ വേണം, അല്ലാതെ ഇങ്ങനെ വഴവഴ അച്ഛന്മാർ ഉണ്ടായ കാര്യമില്ല. കാര്യങ്ങൾക്കൊരു തീർപ്പ്. 2 ആഴ്ച കഴിഞ്ഞ് 17 ദിവസം കഴിഞ്ഞ് അച്ഛൻ എഴുന്നേറ്റ് മുഖം കഴി വരുന്നേ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ല, കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവും. അപ്പം തന്നെ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അച്ഛനോട് എന്ത് കാര്യവും ഞങ്ങൾ ഇതിനകത്ത് അച്ഛൻ മുന്നിൽ നിന്നോ, അച്ഛന് ഒരു പരിക്ക് പറ്റാൻ ഞങ്ങൾ നോക്കിക്കളാം, ഇത് ഇങ്ങനെ വെച്ച് പൊറിപ്പിക്കാൻ പറ്റും. അച്ഛൻ പറഞ്ഞു ഇത് വെച്ച് പൊറിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഇപ്പം തന്നെ സമയം വൈകി, ഇനിയും ഇപ്പം തന്നെ തീരുമാനം എടുക്കണം. എന്നിട്ട് അച്ഛൻ ചോദിച്ചു ബക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾ വിചാരിച്ചു ബക്കറ്റ് പിരിവിനായിരിക്കുമെന്ന്. കാരണം ഒരു പരിപാടി നടക്കണമെങ്കിൽ സാമ്പത്തികം വേണം. അപ്പോൾ ബക്കറ്റ് ഇവിടെ ഉണ്ടല്ലോ, ബക്കറ്റ്. അപ്പോൾ അത് ഒരു പരിപാടിയുടെ കൊഴുപ്പാണ് ഒരു ബക്കറ്റ്. അപ്പോൾ അവർ പറഞ്ഞു ബക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു 5-6 ഒപ്പിക്കാം. 5-6 വേണ്ട, 1 മതി എന്ന് പറഞ്ഞു. അപ്പോൾ 1 മതി. അപ്പോൾ അച്ഛൻ ചോദിച്ചു ചൂല് കിട്ടുമെന്ന് ചോദിച്ചു. ചൂല്. അപ്പോൾ ആളുകൾ വിചാരിച്ചു ചൂലും കൊണ്ട് ഇവന്മാരെ പരസ്യമായിട്ട് നിർത്തി അടിക്കാൻ വല്ല ഉള്ള പരിപാടി. അങ്ങനെ പണ്ട് ഞങ്ങൾ തണ്ണിത്തോട്ടിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കള്ള് ഷാപ്പ് വന്നപ്പോൾ ഞാൻ, പിന്നെ വേറൊരു അച്ഛൻ, മർത്തോമ പള്ളിയിലെ ഒരു അച്ഛൻ, ഞങ്ങൾ 3 പേരുമാണ് സമരത്തിൻ്റെ ഫ്രണ്ടിൽ. കള്ള് ഷാപ്പ് അവിടെ വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ബാക്കി ഞങ്ങളുടെ പുറകിലില്ല. ചേട്ടന്മാരാരുമില്ല. ചേട്ടന്മാർ ഞങ്ങളുടെ ശത്രുക്കളാണ്. കാരണം അവർക്ക് കള്ള് ഷാപ്പ് വരണമെന്നാണ്. അവരതിൻ്റെ ആളുകളാണ്. ചേച്ചിമാരാണ്, പള്ളി ഇടവകയിലുള്ള നാട്ടിലുള്ള ചേച്ചിമാരാണ് ഞങ്ങളുടെ പുറകിൽ. ഞങ്ങൾ സമരം. അപ്പോൾ ചേച്ചിമാരുടെ കയ്യിൽ ആയുധം ചൂലാണ്. ചൂല്, അതായത് കുടിക്കാൻ വരുന്നവനെ എല്ലാം അടിച്ചോടിക്കുക. ഞങ്ങളിങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കും. ഞങ്ങൾ അടിക്കത്തില്ല, പക്ഷെ ഞങ്ങൾ ഈ അടിക്കെല്ലാം സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ചേച്ചിമാർ അടിച്ചോടിക്കും. അങ്ങനെ ഒരു സമരം പണ്ട് നടന്നിട്ടുണ്ട് അവിടെ. പോട്ടെ, എൻ്റെ ഇപ്പോഴും കാണും കേസ്. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ആളുകൾ വിചാരിച്ചു ചൂലും കൊണ്ടുള്ള അടിയായിരിക്കും എന്ന് ഓർത്തു. അപ്പോൾ അവർ പറഞ്ഞു ചൂലുണ്ടെന്ന് പറഞ്ഞു. ഒരു 10-20 ജൂല് ഇപ്പോൾ ഒപ്പിക്കാം. വേണ്ട, 10-20 വേണ്ട, 1 ജൂല് മതി എന്ന് പറഞ്ഞു. 1 ജൂല്. വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വെള്ളമുണ്ട്, വെള്ളം അവിടെ. എന്നാൽ പിന്നെ എല്ലാവരും ഒന്ന് ഒതുങ്ങി എന്നോളാൻ പറഞ്ഞു. എല്ലാവരും ഒന്ന് ഒതുങ്ങി നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നു. അച്ഛൻ പോയി ആ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് ചൂലും എടുത്തുകൊണ്ട് വന്ന് വെള്ളം ഒഴിച്ച് ഈ മലമൂത്ര വിസർജനം മുഴുവൻ കഴുകി വൃത്തിയാക്കി ഇത്ര ഡെറ്റോളും വാങ്ങിച്ച് ഒഴിച്ചിട്ട് പറഞ്ഞു ഒരു തീർപ്പുണ്ടാക്കിയിട്ട് ഇനി എല്ലാവരും പിരിഞ്ഞു നോക്കണം, ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞു. പൊക്കൊള്ളാം. ഇത് മാനുഷികമായൊരു ഐറ്റം അല്ല. ചേട്ടന്മാർക്കൊരു കോരിത്തെരിപ്പൊന്നും ഉണ്ടായില്ല. ഇത് അല്ലേ മാനുഷികമല്ല, ഇത് ഇങ്ങനൊന്നും അല്ല. പക്ഷേ ആ നാട്ടുകാർക്കിടയിൽ എന്തുണ്ടായി? ഒരു വെളിച്ചമുണ്ടായി. അവർക്ക് മനസ്സിലായി സുവിശേഷം എന്താണെന്ന്. അവർക്ക് ഒരു വെളിച്ചമുണ്ടായി. ആകാശപ്പറവകളുടെ ആ ശുശ്രൂഷ ആരംഭിച്ച ജോർജ് കുറ്റിക്കലച്ചൻ കേരളത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീ അച്ഛൻ്റെ സീറ്റിൽ എതിരെ ഇരുന്നിട്ട് വൈദികരെയും കന്യാസ്ത്രീകളെയും സഭയും ഒന്നടങ്കം പുലഭ്യം പറയാനും ആക്ഷേപിക്കാനും തുടങ്ങി.
സഭ്യമല്ലാത്ത വാക്കുകൾ ഈ സാത്വികനായ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ലജ്ജയും ഉളുപ്പും ഇല്ലാതെ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടിരുന്നവർക്ക് പോലും ദേഷ്യം വന്നു. അച്ഛനൊന്നും മിണ്ടാതെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ചീത്ത വിളി കൂടുന്നല്ലാതെ കുറയുന്നില്ല. നമ്മുടെ ഏതോ സ്കൂളിൽ നിന്ന് അഡ്മിഷൻ കിട്ടാത്തവരോ കൊച്ചിനെ പിരിച്ചു വിട്ടവരോ വല്ലതും ആയിരിക്കും. ഏതായാലും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെ ഇങ്ങനെ പുലഭ്യം പറഞ്ഞ് അസഭ്യം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ എഴുന്നേറ്റു. എൻ്റെ പൊന്നു സഹോദരി എന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പിയിട്ട് ആ വളരെ ബുദ്ധിമുട്ടുള്ള ആ ഇടയ്ക്കുള്ള ആ സ്പേസിലേക്ക് മുട്ടുകുത്തി ഇവരുടെ കാലയിലോട്ട് കുമ്പിട്ട് കിടന്നിട്ട് കരഞ്ഞോണ്ട് പറഞ്ഞു, അച്ഛന്മാരുടെ ഭാഗത്തു നിന്നും കന്യാസ്ത്രീയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ പൊന്നു പെങ്ങളെ ക്ഷമിച്ചേക്കണേ, മനസ്സിൽ വെച്ചേക്കല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സ്ത്രീയുടെ കാല് പിടിക്കുമ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന സകലരുടെയും കണ്ണ് നിറഞ്ഞു. ആ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ട്രെയിനകത്ത് സുവിശേഷത്തിൻ്റെ വെട്ടമുണ്ടായി. യേശു പറയുകയാണ്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് വെളിച്ചമായിട്ടാണ്. സാധാരണ മനുഷ്യർ പെരുമാറുന്നത് പോലെ പെരുമാറാനാണെങ്കിൽ മാമോദീസ മുങ്ങേണ്ട കാര്യമില്ല. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് വെളിച്ചമായിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? മാനുഷിക തലത്തിൽ നിന്ന് ആത്മീയ തലത്തിലേക്ക് ഉയർത്താനാണ് യേശു വന്നത്. വായിക്കാം. യോഹന്നാൻ 12 നമ്മൾ വായിച്ചത്. അവചനം ഒരിക്കൽ കൂടെ വായിക്കാം. യോഹന്നാൻ 1 വായിച്ചത്. എന്താണ്? അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. മനസ്സിലായി? ഈ വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിവില്ല. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 12 മുതൽ 14 വരെ. മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 12 മുതൽ 14 വരെ. എല്ലാവരും ഒന്ന് എടുത്തേ. മത്തായി 4, 12 മുതൽ 14 വരെ ഉറക്കെ വായിക്കാം. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിന്മാറി. അവൻ നസറത്ത് വിട്ട് സെബൂലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കവർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ, ഉറക്കെ വായിക്കൂ, സമുദ്രത്തിലേക്കുള്ള വഴിയിൽ, ജോർദാന്റെ മറുകരയിൽ, സെബൂലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ ഒരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ ഇരുളിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു പ്രകാശ വലയം, ഒരു ദീപ്തി ഉദയം ചെയ്തു. ആ പ്രകാശത്തിൻ്റെ പേരാണ് യേശു. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 19, 20 തിരുവചനം. യോഹന്നാൻ 3 അധ്യായം 19, 20 തിരുവചനം. യോഹന്നാൻ 3, 19, 20 വായിക്കാം. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് എന്താണ് ശിക്ഷാവിധി? പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ ഇരുട്ടിൽ തന്നെ കഴിയാമെന്ന് തീരുമാനിച്ചു. ലോകത്തെല്ലാ മനുഷ്യരും ജീവിക്കുന്നത് പോലെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു. ഇരുട്ടിൽ തന്നെ തുടരാമെന്ന് തീരുമാനിച്ചതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ട് മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. വായിക്കാം. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നില്ല. ഉറക്കെ പറയാവോ ഹല്ലേലൂയാ. അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് വന്നത്, 3ാമത്തെ കാര്യം, വെളിച്ചമായിട്ടാണ്. വെളിച്ചം തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് യേശു ആദ്യം പറഞ്ഞു. പിന്നീട് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ അതാണ് 4ാമത്തെ കാര്യം. യേശു ഈ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകാനാണ്. സത്യത്തിന് സാക്ഷ്യം നൽകാൻ. യോഹന്നാൻ 18:37. യോഹന്നാൻ 18:37.
യോഹന്നാൻ 18:37 വായിക്കാം. പീലാത്തോസ് ചോദിച്ചു. എല്ലാവരും ഒന്ന് എടുക്കാമോ? യോഹന്നാൻ 18, ജോൺ 18:37 വായിക്കാമോ? പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണല്ലേ? യേശു അരുളി ചെയ്തു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകാൻ. യേശു പറയുകയാണ്, ഞാൻ ഇതിനായിട്ടാണ് ജനിച്ചത്, ഇതിനായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്. എന്തിനാണ്? ഉറക്കെ പറയാവോ? സത്യത്തിന് സാക്ഷ്യം നൽകാൻ. യോഹന്നാൻ 14:6 യോഹന്നാൻ 14:6 വായിക്കാം. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരികയില്ല. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരികയില്ല. അടുത്ത വചനം വായിക്കാം. നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഇനി 1 തിമോത്തി 6 13 തിരുവചനം വായിച്ച് പെട്ടെന്ന് പോണേ, സമയമില്ല. 1 തിമോത്തി 6:13 1 തിമോത്തി 6:13 എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുവിൻ്റെയും നാം സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ഒന്നുകൂടെ വായിക്കാമോ? എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുവിൻ്റെയും സന്നിധിയിൽ നിന്നോട് ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകി. വേറൊരു വചനം വായിക്കാം. ഹെബ്രായർ 1:1 ഹെബ്രായർ 1:1 വായിച്ചേ. ഹെബ്രായർ 1:1 പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മോട് സംസാരിച്ചു. ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അതായത് യേശു ഈ ലോകത്തിലേക്ക് വന്നത് സത്യം നമുക്ക് വെളിപ്പെടുത്തി തരാനായിട്ടാണ്. അതാണ് പറയുന്നത്, പൂർവ്വകാലങ്ങളിൽ പിതാക്കന്മാർ വഴി സംസാരിച്ചു, എന്നാൽ ഈ അവസാന നാളുകളിൽ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിക്കുകയാണ്. ഞാൻ വിശദീകരിക്കാം കുറച്ച് വചനങ്ങളോട് വായിച്ചിട്ട്. വെളിപാട് പുസ്തകം 19:11 മുതൽ 16 വരെ. വെളിപാട് 19:11 മുതൽ 16 വരെ. റെവലേഷൻസ് 19:11-16. വെളിപാട് 19:11 വായിച്ച. സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവൻ ആലേഖനം ചെയ്യപ്പെട്ടൊരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രങ്ങൾ അണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളൊരു വാൾ പുറപ്പെടുന്നു. സർവ്വജനതകളുടെയും മേൽ അത് പതിക്കും. ഇരുമ്പ് ദണ്ട് കൊണ്ട് അവൻ അവരെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അവന് മേലങ്കയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവ്, നാഥന്മാരുടെ നാഥൻ. യേശുവിനെ കുറിച്ച് വെളിപാട് പുസ്തകം പറയുകയാണ്, അവൻ സത്യവാനും വിശ്വസ്തനുമാണ്. അവൻ സത്യവാനും വിശ്വസ്തനുമാണ്. സ്വർഗം തുറക്കപ്പെടുമ്പോൾ വെള്ളക്കുതിരമേലിരിക്കുന്ന ഒരുവനെ ഞാൻ കണ്ടു. അവൻ്റെ നാമം സത്യവാനെന്നും വിശ്വസ്തനെന്നും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. യോഹന്നാൻ 8:31-32. യോഹന്നാൻ 8:31-32. യോഹന്നാൻ 8:31-32. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. 8:45 വായിച്ചേ. 8:45. ഞാൻ
8:45 വായിച്ചേ. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർക്കെന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, യേശു ഈ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകാനാണ്. പീലാത്തോസ് ചോദിച്ച ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: എന്താണ് സത്യം? എന്നെ നോക്കണേ, ഇങ്ങോട്ട് നോക്കിയേ. എന്താണ് സത്യം? ഇന്ന് ഈ ലോകത്ത് സത്യത്തിന് മനുഷ്യന് പല മാനദണ്ഡങ്ങളും ഉണ്ട്. ചില ആളുകൾ വിശ്വസിക്കുന്നു, ഞാൻ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്നതാണ് എൻ്റെ സത്യം. നിങ്ങൾ 1-2 തലമുറയ്ക്ക് മുമ്പുള്ള വിശ്വാസികളായ അപ്പനമ്മമാരോട് ചോദിച്ചാൽ എന്താണ് സത്യം എന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞേനെ, ബൈബിളിൽ എഴുതപ്പെട്ടതാണ് സത്യം, സഭ പറയുന്നതാണ് സത്യം, തിരുവചനം പറയുന്നതാണ് സത്യം, തിരുസഭ പറയുന്നതാണ് സത്യം. ഇന്ന് സത്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ മാറി. ഇന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു, എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് എൻ്റെ സത്യം. ഉദരത്തിൽ എൻ്റെ കുഞ്ഞ് വളരുമ്പോൾ ഞാൻ ഈ ഗർഭഛിദ്രം, അബോർഷൻ, അമേരിക്കയിലെ ചില സ്റ്റേറ്റുകൾ അബോർഷൻ നിരോധിച്ചൊരു സമയത്ത് ഞാൻ അമേരിക്കയിൽ ശുശ്രൂഷ നടത്താൻ വേണ്ടി ആ സമയത്താണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നിറങ്ങുന്ന സമയത്ത് ഈ തെരുവുകളിലെല്ലാം ഈ അബോർഷന് അനുകൂലമായിട്ട്, അബോർഷൻ നടത്തണം എന്ന് പറയുന്ന ആളുകൾ, നടത്താനുള്ള അവകാശം കൊടുക്കണമെന്ന് പറയുന്ന ആളുകൾ ആ സ്ട്രീറ്റുകളിലെല്ലാം പ്രകടനം നടത്തി. ആ പ്രകടനത്തിൽ അവരിങ്ങനെ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ആ പ്ലക്കാർഡിൽ ഒരു പ്ലക്കാർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു, അബോർഷൻ ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ മേൽ അവൾക്കുള്ള അവകാശമാണ്. എഴുതിയിരുന്നത് എന്താണ്? അബോർഷൻ ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ മേൽ അവൾക്കുള്ള അവകാശമാണ്. അതായത് ഈ ശരീരത്തിന്, ഒരു സ്ത്രീക്ക് തോന്നുകയാണ്, ഈ ശരീരത്തിന് സുഖിക്കണമെന്ന് തോന്നുമ്പോൾ ഈ ശരീരം സുഖിക്കും. ഈ ശരീരത്തിന് സുഖിക്കണമെന്ന് തോന്നി സുഖിക്കുമ്പോൾ ഈ ശരീരത്തിലൊരു ജീവൻ ഉണ്ടായാൽ ആ ജീവൻ ഒരു ശല്യമാണെന്ന് തോന്നിയാൽ ആ ജീവനെ കളയും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായില്ലേ? അതായത് ഒരാൾ തോന്നുകയാണ്, ഇത് ചെറിയ കാരണങ്ങൾക്ക് പേരിലാണ്. എനിക്ക് പരിചയമുള്ള ഒരു മകള് ഈ കേരളത്തിലെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവള് യേശുവിനെ ഏറ്റുപറയുന്നവളാണ്, യേശുവിനെ പ്രഘോഷിക്കുന്നവളാണ്, യേശുവിന് വേണ്ടി ജീവിക്കുന്നവളാണ്. അതുകൊണ്ട് ആ ഓഫീസിലൊക്കെ അവൾ എപ്പോഴും പോയിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഓഫീസിൽ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ ഇങ്ങനെ ഒരു വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി വന്നു. അതിനുള്ള ഒരു ജോലി സ്ഥലമാണിത്. അവിടേക്കാണ് ഈ സ്ത്രീ വരുന്നത്. ഈ സ്ത്രീ വന്നിട്ട് പറയുകയാണ്, അതായത് പ്രോസസ്സിങ് എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ത്രീ പറയുകയാണ്, ഗർഭിണിയായാൽ എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഞാൻ ഗർഭിണിയാണ്. അതുകൊണ്ട് ഞാൻ അബോർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് അവിടെ UK പോകാൻ വേണ്ടി ഞാൻ അബോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഈശോയുടെ നാമത്തിൽ ഞാൻ പറയുകയാണ്. ഈ പെൺകുട്ടി റിക്രൂട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആളാണ്. ഓഫീസിലെ ആളുകൾ പറഞ്ഞാൽ അവളെ കൊല്ലും. ഞാൻ പറയുകയാണ്, ഞാൻ ഈശോയുടെ നാമത്തിൽ പറയുകയാണ്, കുഞ്ഞിനെ കൊല്ലരുത്. ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ, ഈ വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പ്രോസസ്സ് ചെയ്യാം. ഒരിക്കലും ഈ കമ്പനിയിൽ ഇങ്ങനെ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോയില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ അബോർട്ട് ചെയ്യരുത്, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, കുഞ്ഞിനെ കൊല്ലരുത്. അപ്പോൾ ഈ മനസ്സോടെ ഈ വന്ന സ്ത്രീ സമ്മതിച്ചു. അവർ പറഞ്ഞു, ജോലി കിട്ടുമല്ലോ, എൻ്റെ പ്രോസസ്സ് ചെയ്യുമല്ലോ, എനിക്ക് UK പോകാൻ പറ്റും, കുഞ്ഞിനെ കൊല്ലരുത്. അങ്ങനെ ഇവള് വൈകിട്ട് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ 3 ദിവസം ഉപവാസം എടുക്കാൻ പോവാണ്, ഈ പേപ്പർ വരണം, അല്ലെങ്കിൽ ഇവർ ഈ കൊച്ചിനെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ആ മകള് 3 ദിവസം ഉപവാസം എടുത്ത് 3-ാമത്തെ ദിവസം, ഈ സാധാരണ പാവപ്പെട്ട മനുഷ്യരുടെ വിശ്വാസത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന സംഗതിയാണ്. അത് ഒരു ജീവൻ യേശുവിൻ്റെ വചനം പാലിക്കാൻ വേണ്ടിയാണ്. ഒരു ജീവൻ കൊന്നുകളയരുത്, കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. ഒരു ജീവനെ കൊല്ലരുത്. 3 ദിവസം ഉപവാസം എടുത്ത് ഈ 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ആ UK പ്രോസസ്സിങ്ങിൻ്റെ പേപ്പർ ശരിയായെന്ന് കമ്പനിയിൽ അവരുടെ ഓഫീസിൽ മെസ്സേജ് വരികയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അത് ശരിയായിട്ടുണ്ട്. അപ്പോൾ ആ വന്ന സ്ത്രീ ആ ഓഫീസിൻ്റെ വെളിയിൽ അവിടെ നിന്ന്, ആ വെയിലത്ത് നിന്ന് ഇവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, കുറേ സമയം കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൊച്ചിനെ കൊല്ലാതിരിക്കാനായിട്ട് എന്നെ സഹായിച്ചതിന് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇന്ന് ആലോചിച്ച് നോക്കിയേ, UK പോകാൻ വേണ്ടി കൊച്ചിനെ കൊല്ലുക. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. സത്യം,
എന്താണ് സത്യം? എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് എൻ്റെ സത്യം. എനിക്ക് സന്തോഷം. എനിക്കിപ്പോൾ UK പോകാൻ വേണ്ടി കൊച്ചു വേണ്ട. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 കൊല്ലത്തേക്ക് കൊച്ചുങ്ങൾ വേണ്ട. എൻ്റെ ശരി. സീ ദിസ്. യേശു പറയുകയാണ്, നീ ചിന്തിക്കുന്നതല്ല സത്യം, ഞാനാണ് സത്യം. ഞാൻ പറഞ്ഞതാണ് സത്യം, ഞാൻ പറയുന്നതാണ് സത്യം, ഞാൻ തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തിയതാണ് സത്യം. നിന്റെ തോന്നലുകളോ നിന്റെ യുക്തിബദ്ധരമായ വിചാരത്തിനൊടുവിൽ നീ എത്തിച്ചേരുന്ന കൺക്ലൂഷൻസോ അല്ല സത്യം. സത്യം യേശു പറഞ്ഞതാണ്. യേശു പറയുകയാണ്, വഴിയും സത്യവും ജീവനും, നമുക്ക് ജീവിക്കാനുള്ള ആധാരവും മാർഗരേഖയും യേശു എന്ന വ്യക്തിയാണ്. യേശു എന്ത് പറയുന്നു, ഇതാണ് സത്യം. പീലാത്തോസ് ചോദിച്ചു, എന്താണ് സത്യം? ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രോവിൻസിലെ അധിപനായിരുന്ന ഈ പ്രോവിൻസിന്റെ ഭരണാധികാരി ഈ പൊന്തിയോസ് പീലാത്തോസ് അറിഞ്ഞിരുന്നില്ല, കൈയെത്തിയാൽ തൊടാവുന്ന അകലത്തിൽ സത്യം ഇങ്ങനെ 6 അടിപ്പൊക്കത്തിൽ മുറിവേറ്റ് നിൽക്കുന്നുണ്ടെന്ന്. സത്യം, യേശു പറയുകയാണ്, സത്യം ഒരാശയമല്ല, ഒരാളാണ്. ആ ആളുടെ പേരാണ് യേശു. ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു മനുഷ്യന്റെ മുമ്പിലെ സത്യം എന്താണ്? സത്യം ഒരാളാണ്, യേശു. യേശു പറയുന്നതാണ് സത്യം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതല്ല സത്യം, അല്ലേ? ഞാൻ ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, അനേക അമ്മമാര് മക്കളെ ഗർഭഛിദ്രത്തിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ കാലത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴേ പിള്ളേർ വേണ്ട, പന്നി പ്രസവിക്കുന്ന പോലെ പ്രസവിച്ചു കൂട്ടുകയാണോ? ഇത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞാൽ പറ്റുന്നത് നാണക്കേടല്ലേ ഇത്? ഇതന്നെ ഞാൻ പറയുകയാണ്, കൊലപാതക കുറ്റം തന്നെയാണ് കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നത്. കൊലപാതകം ചെയ്തവരും കൊലപാതകികളാണ്, കൊലപാതകത്തിന് കൂട്ടുനിന്നവരും കൊലപാതകികളാണ്. മക്കളുടെ അബോർഷന് പച്ചക്കൊടിയുമായിട്ട് നിൽക്കരുത് അപ്പനമ്മമാർ. കൊലപാതകമാണ്. ഉൽപ്പത്തി 9 സമയം കിട്ടുമ്പോൾ വായിക്കണം. ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗങ്ങളോടും ഞാൻ കണക്ക് ചോദിക്കും. ജീവരക്തത്തിന്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഉദരത്തിൽ ഗർഭപാത്രത്തിൽ വെച്ച് എൻ്റെ സത്യം ഇപ്പം ഇതാണ് എൻ്റെ സത്യം, എൻ്റെ അവകാശമാണ്. അത് ആ സ്ത്രീ, അമേരിക്കയിൽ ആ സ്ത്രീ ഉയർത്തിപ്പിടിച്ചിരുന്ന പ്ലക്കാർഡ് അതാണ്. സ്ത്രീ ശരീരത്തിൻ്റെ മേൽ സ്ത്രീക്കുള്ള അവകാശമാണ് ഗർഭഛിദ്രം ചെയ്യാനുള്ള അവകാശം. കേട്ടോ, അവളുടെ സത്യം അതാണ്. അവൾ ശരിയാണെന്ന് വിചാരിക്കുന്നതാണ് അവളുടെ സത്യം. യേശു പറയുന്നത് അതല്ല സത്യം. കൊല്ലരുത്, കൊല്ലരുത്. പറയാവോ ഹല്ലേലൂയ? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ മാനുഷികമായിട്ട് നമുക്ക് തോന്നുന്നതല്ല നമ്മുടെ സത്യം. യേശു എന്തു പറഞ്ഞു അതാണ് സത്യം. യേശുവാണ് സത്യം. അവർക്ക് പറയാവോ ഹല്ലേലൂയ? മതി, എഴുന്നേറ്റേ. അപ്പോൾ നമുക്ക് ഈശോയുടെ മുമ്പിൽ ഇന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഹൃദയം തുറക്കണം.